ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ലാസ്റ്റിംഗ്. ഇത് ഈ സാരി 50 പീസ് വരെ വെച്ചിട്ട് നമുക്കത് പ്രസ് ചെയ്യുമ്പോഴാണ് അത് ഫിനിഷിംഗ് കിട്ടും. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ചിക്കൻകാരി ഇപ്പൊ സെറ്റ് സാരിയിലും സ്റ്റോക്ക് എവിടെയാ വെക്കണെന്നുള്ളത് നോക്കാം. ജയ്പൂരി സ്റ്റൈൽ ഇപ്പൊ കേരള ട്രഡീഷണൽ വെയറിലും 199 സെറ്റും ഉണ്ട് കേട്ടോ. നോർമലി നമ്മൾ ഷോപ്പുകൾ കാണുന്നത് ആ ഷോപ്പിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പോണ ഐറ്റംസ്. ആ 300 രൂപ സാരിയാണിത്. തകർപ്പനായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് ഇട്ടുന്നവർക്ക് ഇത് 600 ഈ സാരി കൊണ്ടുപോകാം. ഓണം സ്പെഷ്യൽ ഓഫർ 450 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല ഒരു ഫ്ലോറൽ പാറ്റേൺ. അയണിങ് ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിംഗ് കണ്ടോ? ഓക്കെ, നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോയി 10 ലൈറ്റ് ഇട്ട് കാണുമ്പോൾ ഒന്നോടെ ഇരട്ടിയാവും തിളക്കം. ഒരു ജില്ലയില് ഒരു കടയില് ഇവരുടെ ഐറ്റം ഉണ്ട്. അത് ക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടാവും. നൂലിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഇവിടെ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറവിന് ഡയറക്റ്റ് വലിയ വലിയ ഷോപ്പുകൾക്കൊക്കെ സപ്ലൈ പോകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അയക്കുക, 600 കൊടുക്കുക, ഇത് മേടിക്കാം. ചെട്ടിനാട് യെസ്. ഇത് എനിക്ക് വേണ്ടെന്ന് പറയും. അത് സെയിം ഇങ്ങനെ ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, ഞാൻ ഇത് എടുത്തോളാം, ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയും. ഇത് സ്പ്രേ ഡിസൈൻ ഞങ്ങൾ പറയും, നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ് ജയ്പൂർ സാരി 450 അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഫുൾ സെറ്റ് വിത്ത് ബ്ലൗസ്. ഓ ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു കടയുടെ ലുക്ക് ആവുന്നല്ല, മാനുഫാക്ചർ ചെയ്ത് ഡയറക്റ്റ് സ്റ്റോക്ക് വെക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുക. അപ്പൊ എന്തിന്റെ മാനുഫാക്ചറിങ് ഇവിടെ നടക്കുന്നത്? ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് ഒരു 9 ബസ്സിന് കൊടുത്താൽ മതി. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ബസ്സിൽ കയറിയാൽ ഫ്രീ ആണ്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഏത് കമ്പനിയിലേക്കാണ് നോക്കാം. MK ഫാബ്രിക്സ്. അപ്പൊ ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിന്റെ മാനുഫാക്ചറിങ് അവിടെ നടക്കുന്നത്. ധോത്തീസ്, കേരള സാരീസ്, സെറ്റുമുണ്ട്. യെസ്, നമ്മുടെ കേരള ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള സെറ്റ് സാരി, സെറ്റുമുണ്ട്, ധോത്തീസിന്റെ മാനുഫാക്ചറിങ് ആണ് MK ഫാബ്രിക്കിൽ നടക്കുന്നത്. അതും ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. സിംഗിൾ പീസും നമുക്ക് മേടിക്കാൻ പറ്റും. ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോയമ്പത്തൂർ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് വടവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കയറാം. അപ്പൊ മില്ല് കാര്യങ്ങളൊക്കെ അതിന്റെ മാനുഫാക്ചേഴ്സ്, പവർലൂം സംഭവമാണ് കേട്ടോ. ഹാൻഡ്ലൂം അല്ല, പവർലൂം അന്വേഷിക്കുന്നവർക്ക് നല്ല റേറ്റ് കുറവ്. എന്ന് വെച്ചാൽ സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ 199 ആ ഒരു റേഞ്ചിന് നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. 300 രൂപയ്ക്ക് സെറ്റ് സാരി സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് പറയണത്. പിന്നെ എന്താണെന്ന് നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലം, പവർലൂം കേട്ടോ. അപ്പൊ പവർലൂമില് സെറ്റ് സാരി, സെറ്റ് മുണ്ടോ അങ്ങനത്തെ. അപ്പൊ എല്ലാ മെഷീൻസ് ഓടിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ ഓടിയിട്ടോ സംസാരിക്കണം, അവിടെ ഭയങ്കര ശബ്ദമായി കാരണം എല്ലാ മെഷീൻസ് ഓടിക്കൊണ്ടിരിക്കായിരുന്നു. പക്ഷെ കുറച്ച് മെഷീൻസ് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം, കാരണം നമുക്ക് ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അവിടെ നടക്കണേന്ന് നോക്കാം. പക്ഷെ എല്ലാതും സെറ്റ് സാരി, സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് പറയുമ്പോൾ ഓഫ് വൈറ്റിന്റെ അതില് കളേഴ്സ് എന്നിട്ട് കരകളെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്ന മെഷീൻസ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വർക്കിംഗ് ആണ്. കുറച്ചൊക്കെ വർക്കിംഗ് ചെയ്യുന്നത് നല്ല എന്താ പറയാ. ഇപ്പൊ സെറ്റ് സാരി എന്താണെന്നൊന്നും മനസ്സിലാവില്ല, എല്ലാതും ഒരേ കളറിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പുറത്തും നമുക്ക് ഈ ഒരു 190, 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 250 രൂപയ്ക്കൊക്കെ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കിട്ടാനുണ്ടെന്ന്. പക്ഷേ അത് ക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടാവും. നൂലിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഇപ്പൊ ഈ നൂലായിരിക്കില്ല ചിലപ്പോ ആ നൂല്. അപ്പൊ രണ്ടും മാറ്റം ഉണ്ട്. അപ്പൊ ഇത് പുറത്ത് വലിയ ഷോപ്പുകളൊക്കെ ഇവിടുന്ന് സപ്ലൈ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കരയുടെ കളേഴ്സ് മാറ്റമുണ്ട്. ഇപ്പൊ ഇനി ഓണം സീസൺ വരാൻ പോകണം. അതിന് തകർപ്പനായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറെ കളക്ഷൻസ് ഉണ്ട്. ഒക്കെ ഓഫ് വൈറ്റ് ആ ഷെയ്ഡിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ മെഷീനറീസിന്റെ ഡീറ്റെയിൽ. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റോക്ക് എവിടെയാ വെക്കണെന്നുള്ളത് നോക്കാം. ഇത് കണ്ടാൽ നമുക്ക് ഏകദേശം ഒന്നും മനസ്സിലാവില്ല. സ്റ്റോക്ക് എവിടെയാ വെക്കണെന്നൊന്നും നോക്കില്ല. ഇത് റോളായിട്ട് വന്നിട്ടുള്ളതാ. ഇത് കണ്ടോ, റോളായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ സെറ്റ് മുണ്ടാണോ സെറ്റ് സാരിയാണോ എന്ന് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. ചെയ്ത് വെച്ചിട്ട് റോൾ ഇങ്ങനെ എന്നിട്ട് സാരിയോ സെറ്റ് സാരിയോ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ സ്റ്റോക്കിങ് എവിടെയാ വെക്കണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒക്കെ സ്റ്റോക്ക് വെക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഈ കാണുന്നതല്ല, ഉള്ളിലും സ്റ്റോക്ക് നിറയുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതിവിടെ എന്താ സംഭവം നടക്കണേ? മലയാളം പുരിയാത്, എനിക്ക് തമിഴ് തെരിയാതു.
ഒക്കെ കണക്ക്. എന്തായാലും ഇവിടെ ബില്ലിടാൻ തോന്നുന്നുണ്ട്. ദേ വഴിക്ക് വരുന്നുണ്ടല്ലോ സാധനങ്ങള്. അടിപൊളി. ഇതൊക്കെ എല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള സംഭവം തോന്നുന്നുണ്ട്. ഇത് മാനുഫാക്ചർ ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ കാറ്റ് കൊള്ളാനാന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഒന്ന് വന്ന് നോക്കിയേ, അതും ഒരേ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ. എല്ലാതും നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈനിൽ തന്നെ ഫുൾ. എനിക്ക് തോന്നുന്നത് കാറ്റ് കൊള്ളാം, പക്ഷെ പവർ ലൂമിൽ കാറ്റ് കൊള്ളേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഈ വൈറ്റ് കളർ ആയതുകൊണ്ടാണ്. നോക്കിയാൽ ഓരോരോ ഡിസൈനിലാണ് കേട്ടോ ഇത് ഫുൾ വരുന്നത്. ഒന്ന് അടുത്തേക്ക് വന്നല്ലേ ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ. ഇപ്പൊ ഏതാ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല. ഇതിൽ ഒരു 4-5 കളേഴ്സ് ഉണ്ട്. സെയിം പ്രിന്റിലും വരുന്നുണ്ട്, പല പ്രിന്റ്സിലും വരുന്നുണ്ട്. ഇതും പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബൾക്ക് ഓർഡർ വേണമെങ്കിൽ ബൾക്ക് ഓർഡർ, അതുപോലെ തന്നെ സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസ് ഓർഡർ ചെയ്യാം. ഇതൊന്നല്ല മക്കളെ, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ കളക്ഷൻസ്. അപ്പൊ ഇതിന്റെ ഉള്ളിലും നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ സ്റ്റോക്ക് നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇവിടെ ഇത് പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് തോന്നുന്നുണ്ട്. ഇവിടെ ആരൊക്കെ എന്തൊക്കെയാണ്? ഹലോ, ഹായ്. ഭയങ്കര ബിസി ആണല്ലോ. ഹായ്, ബിസിയാണ്. ഫൈൻ. വാട്ട് അബൌട്ട് യു? ഓക്കെ. ഓക്കെ. മലയാളം അറിയും? മലയാളം ഇങ്ങോട്ട് പറയാൻ അറിയില്ല? പറയും. പിന്നെന്താ പ്രശ്നം? ഷോപ്പിലത്തെ നമ്മുടെ ഓണറുടെ ഇതൊന്ന് ഇങ്ങനെ വെക്കുക, നല്ല ശബ്ദം കേൾക്കുള്ളൂ. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ MK ഫാബ്രിക്കിന്റെ ഓണർ. നമസ്കാരം. ഓക്കെ. ഓണറും അതുപോലെ തന്നെ ഡോട്ടറും. ഓക്കെ. എവിടെ എത്ര വർഷമായി? 25 years ആയിരിക്കും നമുക്ക്. 25 years ആയി MK. 25 years ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതെല്ലാം പൂർവികമായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഓക്കെ. അപ്പൊ എത്ര കൊല്ലം ഇവിടെ? ഒരു 3-4 തലമുറ വരും. 4 തലമുറ. അപ്പൊ നമുക്ക് കൊല്ലം കൂട്ടാൻ പറ്റില്ല. ഹാൻഡ്ലൂം ചെയ്യണ്ട? ആദ്യം ഹാൻഡ്ലൂം ആണ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ഹാൻഡ്ലൂം പോയി. ഇപ്പൊ ഒക്കെ പവർലൂം ആയി. എല്ലാവർക്കും പെട്ടെന്ന് വിലക്കുറവിന് കിട്ടും വേണം അങ്ങനത്തെ ഐറ്റംസ്. എന്താ പേര്? എന്റെ പേര് ദേവിപ്രിയ. എന്റെ പേര് ദേവരാജ. അപ്പൊ ഈ MK M ആരാ? മിഥുൻ. ഓ, സൺ ആൻഡ് ഡോട്ടർ. ഓ, അങ്ങനെയാണ് MK ഫാബ്രിക്സ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കാണണല്ലോ. ആക്ച്വലി ഇവര് എന്താ പറയാ, ഷോപ്പല്ല ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഡയറക്റ്റ് വലിയ ഷോപ്പുകൾക്കൊക്കെ സപ്ലൈ പോകുന്നതാണ് കുറെ കൊല്ലങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇവിടേക്ക് എത്തി. എന്തായാലും നമ്മുടെ MK ഫാബ്രിക്സ് വലിയ ഷോപ്പിലേക്ക് എവിടുന്ന പോണെന്ന് അറിയണ്ടേ ഇവിടുന്ന്. ഇനി നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു പീസും കൂടി അങ്ങനെ കിട്ടാനുള്ള ഓപ്ഷൻ? ഒരു പീസ് വേണമെങ്കിൽ കിട്ടും. സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാറുണ്ട്. അപ്പൊ സിംഗിൾ പീസും കിട്ടും, അതുപോലെ തന്നെ ബൾക്ക് ഓർഡേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എല്ലാം കിട്ടും. ഇനി എല്ലാം ഹോൾസെയിൽ റേറ്റിന്. ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? We manufacture Kerala saree, settumode dhotis, and then domestic മാത്രമല്ല ഇന്റർനാഷണൽ ഡെലിവറീസും നമ്മൾ பண்ணிட்டு இருக்கோம். And also wedding orders, customizations എല്ലാം A to Z பண்ணி തരാം. വെഡിങ് ഓർഡർ. അപ്പൊ വെഡിങ്ങിൽ ഒരേപോലത്തെ യൂണിഫോംസ് അല്ലെങ്കിൽ ഒരേപോലത്തെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വേണമെന്ന്? അതെ. പിന്നെ ബ്രൈഡിനും ഗ്രൂമുക്കും ഏതാவது കസ്റ്റമൈസ് ഡിസൈൻ എംബ്രോയിഡറി പ്രിന്റിംഗ് ചെയ്ത് തരണമെങ്കിൽ അതും பண்ணி തരാം. അതും ചെയ്ത് തരാം. അപ്പൊ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യണോ? പോന്നോല്ലേ. ഓക്കെ. ഇനി ഇവിടെ എന്താ സംഭവം? ഇത് നടക്കുന്നത് ഷിപ്പിംഗ് പോകാനുള്ളതാണ്. കേരളക്ക് റെഡി ആയിട്ട്. ഇത് ഇപ്പൊ ഓണം സീസൺ ആണല്ലോ. അപ്പൊ തിരക്കായി തുടങ്ങി ഇവർക്ക്. ഇത് ഫുള്ള് ഇപ്പൊ ഇനി പോവാനുള്ളതാണ്. എവിടേക്കാ പോണേ എന്താന്നൊന്നും പറയില്ല, പക്ഷെ കേരളത്തിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് കളക്ഷൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഒന്ന് നോക്കാം. നമുക്ക് എവിടെയാ? നിങ്ങളും മോശമൊന്നുമില്ല മലയാളം പറയാൻ. കുറച്ച് പറയും. ഇവിടെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയും. ചേട്ടാ ഹായ്. ശരിക്കും മലയാളം പറഞ്ഞേ? ശരിക്കും മലയാളം പറഞ്ഞാൽ പറയാം. എന്ത് പറയണമെന്ന് വെച്ചാൽ പറയാം. ഇപ്പൊ ഉറപ്പായി നമുക്ക് എന്തായാലും കളക്ഷൻസിലേക്ക് കിടക്കാം. ചേട്ടന്റെ പേര് ജോസഫേട്ടോ. കേക്കണ്ടോ? എന്റെ കെട്ടിയന്റെ പേരും ജോസഫ, അതാണ് ജോസഫേട്ടെന്ന് വിളിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം. ഇപ്പോ പ്ലെയിൻ സാരി 6.25 മീറ്റർ ആണ്. ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 300 രൂപ. ഓക്കെ. 300 രൂപ സാരിയാണിത്? 300 രൂപ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ട് കേറി പോകും. 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് കംപ്ലീറ്റ് ഇവിടെ ഉള്ളതല്ല. ഓക്കെ. അപ്പൊ അതില് കരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ന് പ്ലെയിൻ, ഇത് മീഡിയം, ഇതിനേക്കാളും ഇതുണ്ട് മറ്റത് വേറെ. ഇതിന് വ്യത്യാസമുണ്ട്. ഇത് ഇഞ്ച് പറയാൻ കിട്ടുന്നില്ല. ഇത് 3 ഇഞ്ച്. ഇത് കുറച്ച് ഹെവിയാണ്. ഇത് നോർമൽ. ഓക്കെ. ഇതാണ് മീഡിയം. ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ, ആരോടും പറയണ്ട. ഈ ഗോൾഡും ഈ ഗോൾഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ അതിന്റെ റീസൺ? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. ഓക്കെ. അതിന്റെ ചെറിക്ക് വ്യത്യാസം, അതിനാണ് വില കുറവ്.
ഓക്കെ ഇങ്ങനത്തെ വില കൂടുമ്പോ ജരികയുടെ ക്വാളിറ്റി കൂടും. ഓക്കെ ഇത് ക്വാളിറ്റി കുറവ്, അത്രേ ഉള്ളൂ. അപ്പൊ എടുക്കുമ്പോ ഇത് ഇങ്ങനത്തെ എടുക്കുന്നതാണ് നല്ലത്. നല്ലത്. അപ്പൊ ഇതൊരു ടിപ്പായിട്ട് എടുത്തോ. ഇങ്ങനത്തെ ഗോൾഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാ നമുക്ക് രണ്ടും ഉണ്ട്. ഹോൾസെയിൽക്കാർ ഇത് മുഴുവൻ ഇത് ജാസ്തി കൂടുതൽ എടുക്കുന്നത് ഇതിനാകുമ്പോ മാർജിൻ കൂടുതൽ മാർജിൻ അവർക്ക് കിട്ടും. ചെലവും കൂടും. പക്ഷെ ഇത് എടുക്കുമ്പോൾ അവർക്ക് മാർജിൻ കുറവായിരിക്കും, ചെലവും നല്ല ചെലവുണ്ട്. ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ലാസ്റ്റിംഗ്. ഇത് ഈ സാരിക്ക് 2 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ ഉണ്ട്. ഇതിന്റെ ഇഞ്ചുകളൊന്നും നോക്കാമോ? എത്ര ഇഞ്ച് തൊട്ട് എത്ര ഇഞ്ച് വരെ ഉണ്ട്? 1 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെ ഉണ്ട്. 2 തരം ഗോൾഡ് ഉണ്ട്. ഈ ഗോൾഡും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗോൾഡിലും വരുന്നുണ്ട്. ഇതുണ്ട് 1 ഇഞ്ച്. ഇത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വീതിക്കും 5 ഇഞ്ച് വീതിക്കുള്ള വ്യത്യാസം. അങ്ങനെ 1 മുതൽ 5 ഇഞ്ച് വരെ നമുക്ക് വീതി കിട്ടുന്നുണ്ട്. 6.25 മീറ്റർ. ഇതിപ്പോ നോർമൽ ബേസിക് ആയിട്ടുള്ള കേരള സാരിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വെറൈറ്റികൾ കിടക്കണുള്ളൂ. വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെ? ഈ സംഭവം എന്തൊക്കെയാ? ഇത് ചെറി ഇല്ലാത്തത്. ഇത് ഫാൻസി എന്ന് പറയും ഞങ്ങള്. നിങ്ങളുടെ ഭാഷയില് ഫാൻസി, ഞങ്ങളുടെ ഭാഷയില് കളർ സാരി. ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജെറിയുണ്ട്. ഓക്കെ, ഇതിലും 2 ജെറിയുണ്ട്. ഇതില് കളറും ജെറിയും രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. അടുത്തേക്ക് വന്നല്ലേ ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം. കളേഴ്സ് ഒന്ന് ഇതൊക്കെ എടുക്കും. ഇതില് ബ്ലാക്ക് വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്. അത് ഓരോ ടൈമില് ഫാൻസി ആണ്. ഇത് കംപ്ലീറ്റ് ഫാൻസി ഡിസൈൻസ് കാര്യങ്ങൾ മാറും. സിംഗിൾ കട്ടിക്കര എന്ന് പറയുമ്പോൾ അതില് ജെറി ഉണ്ടാവില്ല. ഓക്കെ, ഇതില് ജെറി ഉണ്ട്. ഫാൻസി എന്ന് പറയും. ഓക്കെ, 8 കളർ വരും. 8 കളേഴ്സ് 8 കളേഴ്സ്. പ്ലെയിനിൽ 8 കളർ വരും, ജെറിയിൽ 8 കളർ വരും. അതില് 1 ഇഞ്ച് മുതലുണ്ട്. 1 ഇഞ്ച്. ഇതൊക്കെ വരുന്നത് അത് നമ്മൾ നേരത്തെ അവിടെ ഇത് പ്ലെയിൻ. ഫാൻസി ഫാൻസി ഫാൻസി. അതെ, മൊത്തത്തില് ജോസഫേട്ടൻ പോയിട്ടിരിക്കണത്. ഓക്കെ, ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടോ. ഇത് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. സാധാരണ നമുക്ക് സിൽവറും ബ്ലാക്ക് ആണ് കൂടുതൽ ട്രെൻഡിൽ വരുന്നത്. ഇപ്പൊ ഇതിൽ പറയുന്നത് കംപ്ലീറ്റ് ജെറി, ബ്ലാക്കും ഇത് ഗോൾഡും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. ഇതിലും സിൽവറിന്റെ കളേഴ്സ് മാറ്റമുണ്ട്. അതിൽ 2 കളർ ഉണ്ട്. 2 കളറും കാണിച്ചു തരാം. ഇത് രണ്ടും സിൽവറിൽ, രണ്ടും 2 ഷെയ്ഡാണ്. കളർ ബ്ലാക്ക്, അത് ഓഫ് വൈറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാ ഇത് വരുന്നതൊക്കെയാ? ഇത് ജെറിയും കളറും വരുന്നുണ്ടല്ലോ. ജെറിയും കളർ നമ്മള് നോർമലി എല്ലാ ഷോപ്പിൽ കാണുന്നത് തന്നെ ഫാൻസി സാരി എന്നാണ് ഇവര് പറയുന്നത്. ഇവർക്ക് എല്ലാതും ഫാൻസി ആണല്ലോ അല്ലേ? ഇതാണ് ഫാൻസി എന്ന് പറയും. അതെ. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടുത്ത സെക്ഷനിലേക്ക് പോയാലോ നമുക്ക്? ജോസഫേട്ടൻ ഇങ്ങോട്ട് കൈമാറി മുതലാളി തന്നെ സംസാരം. ആൾക്കൊരു ടെൻഷൻ ഉണ്ടാ? അടുത്തല് ശരിയാക്കാം നമുക്ക്. ഇപ്പൊ ഇത് പിടിക്കാം. ഇത് ഇനി എന്താ പ്രിന്റിൽ നെക്സ്റ്റ് ഡിസൈനർ ടിഷ്യൂ സാരീസ്. ഓക്കെ, ஸ்டார்டிங் வந்து சிங்கிள் பிரிண்ட் ஐட்டம்ஸ் இருக்குங்க. இதுல வந்து 5 to 7 கலர்ஸ் வரும். സിംഗിൾ പ്രിന്റ് മീൻസ് one കളറിൽ பிரிண்ட் ஆயிட்ட ஐட்டம்ஸ் மேம். ഓക്കെ. അപ്പൊ ഇത് ടിഷ്യൂലാണ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് മൊത്തം കോട്ടണിലായിരുന്നു. അതെ. ഓക്കെ, ഓക്കെ. അതിന്റെ ഡിസൈൻസും അതിന്റെ പ്രിന്റ്സും ഒന്ന് നോക്കാം നമുക്ക്. അതിലും ഇതുപോലെ തന്നെ സെറിയും പ്രിന്റ് ആയിട്ട് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള പ്രിന്റ് ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. കുറെ കളേഴ്സ് ഉണ്ട് അല്ലേ? ഇതിപ്പോ ഗോൾഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്നത്. ബ്ലാക്കിൽ തന്നെ എന്തോരം വെറൈറ്റീസ് ആ നോക്കിയേ. ഇതൊക്കെ ബ്ലാക്കിൽ തന്നെ നിറയെ വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ പൂക്കളുടെ ഡിസൈൻസ് കുറെ മാറ്റങ്ങളുണ്ട്. അതിലും ഇത് ഒരൊറ്റ ഡിസൈൻസിൽ തന്നെ നമുക്ക് ഒരു 8 കളർ അതില് ഈച്ച് കളർ 5 ഡിസൈൻസ് ഇருக்கு. ഓ, ഈച്ച് കളറിൽ 5 ഡിസൈൻസ്. ഈച്ച് കളറിൽ 5 ഡിസൈൻസ്, അതിൽ 8 കളർ. സൂപ്പർ. ഇത് ഫുൾ ടിഷ്യൂ കേട്ടോ. ഇത് വലിയ നമുക്ക് നല്ല മ്യൂറൽ പ്രിന്റ്. മ്യൂറൽ പ്രിന്റില് നമുക്ക് കുറെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് മ്യൂറലൊക്കെ ഇവിടെ തന്നെയാ? ഇപ്പൊ പവർലൂമിൽ അത് ചെയ്തിട്ട് അതിന് പ്രിന്റ് കാര്യങ്ങൾ ഇവിടെ വരും. നിങ്ങളുടെ വേറെ യൂണിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇവിടുന്ന് കുറച്ച് ദൂരാണ്. ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? നമുക്ക് 3 യൂണിറ്റ് ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്താണ് ഞാൻ പോയത്. ഇനിയും 2 ബാക്കിയുണ്ട്. അത് ഇവിടുന്ന് കുറച്ച് ദൂരാണ്. അതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് എംബ്രോയിഡറിങ് പ്രിന്റിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലത്തെ പ്രിന്റുകൾ ഡിഫറെന്റ് പ്രിന്റ്സ് വരുന്നുണ്ട്. മയിലിൽ തന്നെ കുറെ മയിലുകളുടെ ഡിസൈൻസ് വരുന്നുണ്ട്. അങ്ങനെ മയിൽപീലി ഇരിക്ക്. ഇതൊന്നും അങ്ങനെ തന്നെ വെക്കണ്ട കേട്ടോ. മടക്കിക്കോളൂ. മയിൽപീലിയുടെ വരുന്നുണ്ട്. പിന്നെ ഇത് മയിലിന്റെ വരുന്നുണ്ട്. മയിൽപീലി ഇതൊക്കെ നോർമലി നമ്മൾ ഷോപ്പുകൾ കാണുന്നത്. ആ ഷോപ്പിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പോണ ഐറ്റംസ് അല്ലേ? ശരിയല്ലേ? ഓക്കെ. ഇതൊക്കെ രാധാകൃഷ്ണന്റെ അല്ലേ? ഓക്കെ. അങ്ങനെ നമുക്ക് നോർമലി എല്ലാ പ്രിന്റ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതില് കുറച്ച് ഡിസൈൻസ് വരെ ഫ്ലോറൽ പാറ്റേൺസ് ഇருக்கு. ഓക്കെ.
ഇത് മുന്താണിയിൽ വരുന്നത് ഉള്ളിലേക്കും വരും. ഉള്ളില് ഫുള്ള് വരും. ഉള്ളില് ഫുള്ളും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതിന്റെ കളേഴ്സും പ്രിന്റ്സും ഡിഫറെന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിലത്തെ വേറെ പ്രിന്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പൊ ഓണം സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പ്രിന്റുകൾ കാണിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഇത് വീഡിയോ കോഡ് കാണുന്നത് നമ്മൾ അല്ലാണ്ട് നമുക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? வீடியோ கால் ஃபெசிலிட்டிஸ் அவைலபிள். நாங்க கேட்டலாக் அனுப்பிச்சு தருவோம். இல்ல நீங்க நேரா வந்து ஷாப்பில் விசிட் பண்ணலாம். ഓക്കെ 3-4 ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നേരിട്ട് വരണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 24 hours ആണ്. കാരണം നമ്മുടെ വീട് തൊട്ട് ബാക്കിലല്ലേ, വീട് തൊട്ട് അല്ലേ, വീട് തൊട്ട് ബാക്കില 24 hours എപ്പോഴാണെങ്കിലും കയറി പോകുന്നത്. இது வந்து டிசைனர் டிஷ்யூ சாரீஸ் ஃபேன்சி. ഇത് ഉള്ളില് ഫുൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ വിത്ത് ടെസൽസ്. ടെസൽസിൽ തന്നെ നമുക്ക് ഇതുപോലെ കളേഴ്സ് അവൈലബിൾ. ഇപ്പൊ പിങ്ക് ആണെങ്കിൽ അതിൽ തന്നെ ഇതാ ബ്ലാക്ക് ഒക്കെ നോക്കി എന്ത് സൂപ്പർ കളർ ഇതാ ബ്ലാക്കിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് ചെക്കില് ഫുൾ ബോഡി ചെക്ക് വരും, ഫുൾ ബോഡിയില്. അത് മുന്താണി പോർഷനിൽ ടെസൽസ് വിത്ത് ടെസൽസ് എടുക്കട്ടോ. ചെക്ക് ഇപ്പൊ ഒരു ഫാഷൻ അല്ല, ചെക്ക് സ്ട്രൈപ്പ് നല്ല ട്രെൻഡിങ് ചെക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ സാരി സെറ്റ് മുണ്ട് ധോത്തി, ഇതല്ലാണ്ട് അവിടെ എന്ത് കിട്ടും? സാരി സെറ്റ് മുണ്ട് ധോത്തി. പിന്നെ കിഡ്സ് ഐറ്റംസും இருக்குங்க. 0 to 15 years വரைക്കും കിഡ്സ് ഓക്കെ കിഡ്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടാൾക്കും. ഓക്കെ ഇതും അവിടെ വെച്ചോ. കുട്ടി ഇങ്ങോട്ട് വായോ, അതൊക്കെ വേഗം വേഗം മടക്കി സെറ്റ് ചെയ്ത് വെച്ചോ. ബാ എന്നാ കയ്യോടെ അത് മടക്കിക്കോ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇത് ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റിൽ വര ജയ്പൂർ പ്രിന്റ് സാരീസ്. ഓ ഫുൾ ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആണ്. ജയ്പൂരി സ്റ്റൈൽ ഇപ്പൊ കേരള ട്രഡീഷണൽ വെയറിലും കണ്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കയറി പോകും. പക്ഷെ എന്തായാലും നമ്മൾ റീറ്റെയിൽ മേടിക്കുന്ന ആ കടയിൽ നിന്ന് മേടിക്കുന്ന റേറ്റ് എന്തായാലും ഉണ്ടാവില്ല, ഡിസ്കൗണ്ട് ഉണ്ടാവും. എന്താ റീസൺ എന്ന് അറിയോ? റീസൺ എന്ന് പറയാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ AC വലിയ ലൈറ്റുകളോ സ്റ്റാഫുകളോ അങ്ങനെ ഒന്നുമില്ല. മറ്റേ വലിയ ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് AC നല്ല സെറ്റപ്പ് ഫുള്ള്. ഇത് ഫുൾ മാനുഫാക്ചറിംഗ് സ്റ്റോക്ക് യൂണിറ്റ് ആണ്. സോ റേറ്റ് കമ്മി ആയിരിക്കും കേട്ടോ. അപ്പൊ നല്ല റേറ്റ് ഡിസ്കൗണ്ട്. ഇതിന്റെ ബ്ലോക്ക് പ്രിന്റിന്റെ കുറച്ച് ഡിസൈൻസ് ഒന്ന് നമുക്ക് ഈ ഗ്രീൻ അതുപോലെ വേറെ ഡിസൈൻസും ഉണ്ട്. ഇതൊക്കെ ബ്ലോക്ക് പ്രിന്റിൽ കേട്ടോ, ജയ്പൂരി സ്റ്റൈലിലുള്ള പ്രിന്റുകളാണ്. ഇതേ അതിൽ നമുക്ക് കുറെ പ്രിന്റ്സ് കഥകളി ഉണ്ടാവും, വാർലി പ്രിന്റ് ഉണ്ടാവും. പിന്നെ ഇത് ബ്ലാക്കിൽ വരെ ടെമ്പിൾ ഡിസൈൻ. ഇത് ആനയല്ലേ? ഇത് എല്ലാമേ ആന. ഇവിടെ ആന പറയാ, ഇവിടെ ആന എന്നാ പറയണ, ആനയെന്നാ പറയാ. ആന എല്ലായിടത്തും ആന. ഓക്കെ. പിന്നെ അപ്പൊ ഇതൊരു ഇതൊരു വെറൈറ്റി അല്ലേ? இது வந்து ரா சில்க் வர டிசைன்ஸ். ரா சில்க் வந்து டிஷ்யூல அட்டாச் ചെയ്തിരിക്ക്. ഓക്കെ. ഇത് പാച്ച് വർക്ക് ചെയ്താണ്, പാച്ച് വർക്ക് വിത്ത് ബ്ലൗസ് ആണ്, വിത്ത് സെപ്പറേറ്റ് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന എല്ലാത്തിലും ബ്ലൗസ് ഉണ്ട്, എല്ലാ പീസിലും ബ്ലൗസ് ഉണ്ട്. വിത്തൗട്ട് ബ്ലൗസ് ഉള്ള സംഭവം ഇല്ല. എക്സ്ട്രാവും വാങ്ങിக்கலாம். എക്സ്ട്രാ വേണമെങ്കിൽ ബ്ലൗസ് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിக்கலாம். അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം നമുക്ക്. ഇതിൽ ഇപ്പൊ നിലവിലുള്ള കളേഴ്സ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിലവിലുള്ള കളേഴ്സ് അല്ലാത്ത കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലോക്ക് പ്രിന്റ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതൊരു വെറൈറ്റിയാ. അതൊരു വെറൈറ്റി മാം. ഇതില് ബേസ് பண்ணி ഫാമിലി കോംബോ பண்ணிக்கலாம். ഇതേ സെയിം ഫാബ്രിക്കില് ആണുങ്ങൾക്ക് കുർത്തി, പിന്നെ ചെറിയ പിള്ളേക്ക് പാവാട സെറ്റ്, പിന്നെ ബോയ്സിന്റെ കുർത്തി ധോത്തി സെറ്റ് ഫാമിലി കോംബോ ആയിട്ട് പണിക്കലാണ്. ഓക്കെ. അപ്പൊ ഈ സെയിം ഫാബ്രിക്കില് ആണുങ്ങൾക്കുള്ള ഷർട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാവാടയുടെ ബ്ലൗസും. അതിന് പാവാടയാണെങ്കിൽ നമുക്ക് ടിഷ്യൂലും അതുപോലെ തന്നെ സാരീസിലും ഇങ്ങനെയും വരും. അങ്ങനെ ഒരു ഫാമിലി കോംബോ. സൂപ്പർ. കുറെ ഐഡിയകളുണ്ട്. പിന്നെ എന്നെ കസ്റ്റമൈസേഷൻ വേണമെന്നാലും ഇതിപ്പോ ഈ നിസ്സാര ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതല്ലാത്തത് നമുക്കിപ്പോ ഫേസുകളൊക്കെ ചെയ്യാൻ പറ്റും കസ്റ്റമൈസ്. ഫേസ് എംബ്രോയിഡറി, നെയിം എംബ്രോയിഡറി, ഫേസ് ചെയ്യാൻ പറ്റും. ഫേസ് എംബ്രോയിഡറി ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ഒരു ഓർഡർ ചെയ്യാം, ലൈഫ് വിത്ത് ഷെൽമീര ഫേസ്. ഡെഫിനറ്റ്ലി ചെയ്തിടോ? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ യുവർ. യെസ്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു സ്റ്റോറി ഇടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അതും ലൈഫ് വിത്ത് ഷെൽമി എന്ന് പറയുന്നത് ഇട്ട് ഞാൻ ഇപ്പൊ തന്നെ സങ്കല്പിച്ചു തുടങ്ങി. എന്തായാലും നോക്കാം. അതല്ലാത്ത ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന്റെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഹസ്ബൻഡ് വൈഫ് ഫോട്ടോ അവരുടെ നെയിമോടെ എംബ്രോയിഡറി എനിത്തിങ് എന്തും കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ ബേസ് വരുന്നത് ടിഷ്യൂം കോട്ടൺ ആയിരിക്കും. അതെ. ഓക്കെ. ഇനി പിന്നെ കുറച്ച് എംബ്രോയിഡറി പാറ്റേൺസ് ഉണ്ട്. ഇത് കേരള ഫേമസ് ശംഖുപൂ. പൂവിന്റെ പേരാണല്ലോ പറഞ്ഞത്. ശംഖുപൂ അല്ലെ? ആ പൂവാണ് എംബ്രോയിഡറി ആയിട്ട് ചെയ്തിരിക്കണം. ഓവറോൾ ചെറിയ ഇങ്ങനെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു
മുന്താണിയുടെ പോർഷൻ, മുന്താണിയിലും അത് ഓവറോൾ ഇതിൽ കളർ ഡിഫറെന്റ് അല്ലെങ്കിൽ സെയിം ഈ ഒരു കളർ? ഈ ശംഖുപൂ സെയിം കളർ, സെയിം കളർ എന്ന് വെച്ചാൽ ഒരു കളറിൽ മാത്രമേ പോവുള്ളൂ. അതെ. അപ്പൊ ആ കളറിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കളർ മാറ്റി പിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് തരും. ഇതിന്റെ ബ്ലൗസും എംബ്രോയിഡറി ഉണ്ട്, എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്, ഡിസൈനർ ബ്ലൗസ്. ഡിസൈനർ. ഓക്കെ, ഇത് ഒരു പ്രിന്റ് തന്നെയാണ്. ഇത് ഇത് ഒരു വലിയ പ്രിന്റ്, വലിയതും ചെറുതുമായിട്ട് എല്ലായിടത്തും കോട്ടണിലാണ് വരുന്നത്. അതെ മാം. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി മുന്തി സ്ട്രൈപ്സ് വരുന്ന പാറ്റേൺസ്. ഓ ആഹാ, ഇത് കാണുന്നതാണ് മുന്തി സ്ട്രൈപ്പില്. ഉള്ളില് നോക്കുകയാണെങ്കിൽ ഒക്കെ പ്രിന്റ്സ് വരും. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പൊ ഇത് ശരിക്കൊക്കെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ഒരു പെണ്ണുങ്ങളൊക്കെ സാരി എടുത്ത് വരുമ്പോൾ ഒരു ചന്തം അല്ലേ ജോസപ്പേട്ടാ? ഇടയ്ക്കിടയ്ക്ക് ജോസപ്പേട്ടാ വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കസ്റ്റമർ കസ്റ്റമൈസ് പണി കേട്ടതാണ്. ഇതേ സെയിം ഇത് അവർക്ക് ടസൽ വേണം. ഓക്കെ, ഞാൻ ടസൽ അറ്റാച്ച് ചെയ്ത് അവർക്ക് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. ഇത് കസ്റ്റമൈസിലെ ടെസൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാ. ടെസൽസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ 5 കളേഴ്സ് ഇருக்கு മാം. ഓക്കെ, ഏതൊക്കെ കളർ? ഗ്രീൻ, മെറൂൺ. ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ കണ്ടു, പിന്നെ ഒരു 2-3 ഷെയ്ഡും കൂടി ഉണ്ട് തപ്പണം അല്ലേ? മെറൂൺ. ബട്ട് ഇത് വന്ന് ഫുൾ എംബ്രോയിഡറി. ഓക്കെ, ഉള്ളിലെ എംബ്രോയിഡറി. നേരത്തെ കണ്ടത് നമ്മൾ പ്രിന്റ് ആയിരുന്നു, ഇത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഉള്ളിൽ ഫുൾ പോയിരിക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ അത് ഗോൾഡും അതുപോലെ തന്നെ മറൂണും കൂടി. ഇതിലും 5 കളേഴ്സ് ഇരിക്കുന്നു. ഓക്കെ, ഏത് കണ്ടല്ലോ അതിൽ ഏകദേശം ഒരു 5 കളേഴ്സ്. പക്ഷെ 5 കളേഴ്സോ അല്ലെങ്കിൽ ഇത്ര ബൾക്ക് എടുക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയാലും കിട്ടും. അപ്പൊ കൊറിയറിന്റെ ഒരു പൈസ ചാർജ് ഉണ്ട്, അത് കൊടുക്കണം. അല്ലെങ്കിൽ നേരിട്ട് വരാണെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും പറിക്കണം, അല്ല എത്ര വേണമെങ്കിലും എടുത്തോ, ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടേ. ഓക്കെ, പിന്നെ ഇതെല്ലാം ഡിസൈനർ ഐറ്റംസ്. ഓ, കുറച്ചുകൂടി ഹെവി പീസ്. ഓക്കെ, ഇത് ഫുൾ ബോഡിയില് இந்த மாதிரி എംബ്രോയിഡറീസ്. എംബ്രോയിഡറിയുടെ ഡിസൈൻസ്. പിന്നെ ഈ കാണുന്നത് ത്രെഡ് വർക്കാണ് ഈ ഫുൾ ഓവറോൾ സ്ട്രൈപ്പ് ആയിട്ട് പോയിക്കണേ. ഇനി ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. ബ്ലൗസ് വരുമ്പോ ബ്ലൗസിലും ഫുൾ എംബ്രോയിഡറി, ഫുൾ എംബ്രോയിഡറി പീസും സ്ലീവുക്കും എംബ്രോയിഡറി. ഓക്കെ, എന്നിട്ട് സ്ലീവിൽ ഇങ്ങനെ ഒരു ജെറിയുടെ ഡീറ്റെയിലിംഗും കൂടി ഉണ്ട്. കളർ അടിപൊളി. മറൂൺ അതുപോലെ ബ്ലാക്ക്, അങ്ങനെ 3-4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. കസ്റ്റമറാ? അമ്മയാ? വാ, അമ്മ ബാഗൊക്കെ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു കസ്റ്റമർ, ഞാൻ ടീച്ചർ അതാണ് ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കണല്ലോ. ഞാൻ വിചാരിച്ച കസ്റ്റമർ ആണെങ്കിൽ റിവ്യൂ എടുക്കാമല്ലോ, അതിനാണ് അമ്മനെ കാണിക്കാവാ. അമ്മ അടിപൊളി സാരി കൊടുത്തിരിക്കണേ. സാരി കാണിക്കാനോ? വാ അമ്മ വാങ്ങ. ടീച്ചറാ? ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കണേ? 5th സ്റ്റാൻഡേർഡ്. ആള് പോയാ വഴിക്ക്. ഓക്കെ, പിന്നെ ഇത് ഒരു ന്യൂ കളക്ഷൻ മാം. ഓക്കെ, സ്ട്രൈപ്പ് സാരിയില എംബ്രോയിഡറി പാറ്റേൺ, ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ്. കാണുന്നത് മൊത്തം എംബ്രോയിഡറി, അതും കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഒറ്റ ഷെയ്ഡ് ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കണ്ട. അടിയിൽ നോക്കുകയാണെങ്കിൽ അടിയിലും വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ ബോർഡറിന്റെ പോർഷനിൽ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ കാണുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. അതോടെ കളർ ചേഞ്ച്. ഓക്കെ, കളർ ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, ഇതും ആ സെയിം തന്നെ, പക്ഷെ ഇരിക്കുമ്പോ ഇങ്ങനെയായിരിക്കും ലുക്ക് വരാട്ടാ. ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിന്റെ ലുക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുക. ഇനി പിന്നെ ഇത് ലവേഴ്സ് സ്പെഷ്യൽ വാലന്റൈൻസ് സാരി. വാലന്റൈൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? എവറി ഡേ ഇസ് വാലന്റൈൻ. ഓ അങ്ങനെ എന്നും ഉണ്ടല്ലേ? എന്നും സ്നേഹിക്കുക, എന്നും സ്നേഹിക്കുക. വേറെ വേറെ ആളല്ലല്ലോ, ഒരാളല്ലേ? അല്ല, അപ്പൊ ഇതും ഫുൾ ലവ്. അപ്പൊ ഇതിങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോഷൻ വരുന്നത്. ലവോട് വീവ് ചെയ്ത സാരി. ഓക്കെ, സ്നേഹം കൊണ്ട് ചെയ്തിട്ടുള്ള സാരിയാണ്. അതിന് സ്നേഹം കൂടും, കാശ് അത്ര ഉണ്ടാവില്ല, റേറ്റ് കുറവ്, എഫോർട്ടബിൾ. ഇനി ഈ അടിയിൽ കുറെ ചെക്കുകൾ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇത് എന്താ? ടിഷ്യൂല് വെവ്വേറെ പാറ്റേൺസ്, മൈക്രോ ചെക്ക് വരും. ഇത് മൈക്രോ ചെക്ക്, ചെറിയ ചെക്ക്. അതിന്റെ തന്നെ 1 inch ചെക്ക് ഉണ്ട്. പിന്നെ അതിന്റെ നടുക്കലത്തെ ഉണ്ടാവും അല്ലേ? അതെ മാം. പിന്നെ ഇത് ഫുൾ ബോഡി സ്ട്രൈപ്സ് വരും. ഇതൊക്കെ ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂല് വെവ്വേറെ പാറ്റേൺസ് ഇருக்கு. ഓക്കെ, അപ്പൊ ചെക്കിൽ നമുക്ക് വലിയ ചെക്ക്, ചെറിയ ചെക്ക്, മീഡിയം ചെക്ക്, അങ്ങനെ എല്ലാ തരം ഉണ്ട്. അല്ലാണ്ട് ചെക്ക് വേണ്ട, നമുക്ക് പ്ലെയിനിൽ തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ പ്ലെയിനിലും അവൈലബിൾ ആണ്. ഇത് നമ്മ വ്യൂവേഴ്സ്ക്ക് സ്പെഷ്യൽ 600 rupees പെർ സാരി. ഇത് ബൾക്ക് എടുക്കണോ? 1 piece. 1 piece 600. 600. പുറത്ത് ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ. ഇതിന് റേറ്റ് മാറും പുറത്ത് പോയി കഴിഞ്ഞാൽ. ഇവിടെയാണ് ഈ റേറ്റ് പറയുന്നത് അല്ലേ? ചാനൽ സബ്സ്ക്രൈബേഴ്സ്ക്ക് സ്പെഷ്യലി.
സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടുന്നവർക്ക് ഇത് 600 ഈ സാരി കൊണ്ടുപോവാം അല്ലെ? അതെ മാം. അല്ലാത്തവർക്ക് 600 ഇത് കിട്ടില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് 600 റേറ്റിന് ടിഷ്യൂന്റെ സാരി അതെ വിത്ത് ബ്ലൗസ്. യെസ്, അത് കാര്യം മറക്കണ്ട, അത് ഫ്രീയാ ബ്ലൗസ് ഫ്രീ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ പോയാലോ? ഇത് മാം, ഇത് കോട്ടണില് മൈക്രോ ചെക്ക് പാറ്റേൺസ് ഇருக்கு. ഇത് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലില് കുറച്ചുകൂടി അതല്ല, എന്താ പറയാ അതിന്, ഒരു ട്രഡീഷണൽ ഓത്തന്റിക്. യെസ്, ചെട്ടിനാട്. യെസ്, അതന്നെ ഞാൻ പറയാൻ വന്നത്. ചെട്ടിനാട് സ്റ്റൈലില് ഇത് കളറിൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഒരു കേരള സ്റ്റൈലില് വന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആട്ടോ അല്ലേ? നല്ല എല്ലാമേ സ്മൂത്ത് ഫിനിഷ് പണി കൊടുത്തിട്ടുണ്ട്. സ്മൂത്ത് ഫിനിഷിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, അങ്ങനെ പൊന്തി കിടക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. ഇത് നല്ല സൂപ്പർ. ഇതിപ്പോ സെറ്റ് സാരി ആയിട്ടുള്ള സെറ്റ് മുണ്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഡോണ്ട് സ്കിപ്പ്. യെസ്. അടുത്തതാണെങ്കിൽ ഇതിന്റെ റേറ്റ് ഏകദേശം പറയാൻ പറ്റുമോ? വൺ മോർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ അവർ വ്യൂവേഴ്സ്. സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്തിട്ടോ. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പോണത്? കിട്ടാൻ പോണത് എന്താ ഗിഫ്റ്റ്? 600 rupees. 600 rupees അല്ല, 600 rupeesന് ഈ സാരി നിങ്ങൾക്ക് മേടിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാരി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കൊടുത്താൽ മതി, അയച്ചു കൊടുക്കാം. ഇത് ബ്ലൗസോட இருக்கு. പിന്നെ ഇതില് 7 കളേഴ്സ് இருக்கு. ഇതിൽ 7 കളേഴ്സ്, ഈ കാണുന്ന 7 കളേഴ്സ് പല ഡിസൈൻസിലും പല പ്രിന്റ്സിലും പല കളേഴ്സിലും അവൈലബിൾ ആണ്. ബേസ് വരുന്നത് കോട്ടൺ ആണ് ബേസ് തന്നെ. അപ്പൊ മറക്കണ്ട, ഈ സാരി 600 കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് റേറ്റ് കൂടുതലാണ്, ഇവിടെ ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിന് കിട്ടുന്നത്. അപ്പൊ ഈ സാരിക്ക് 600 റേറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അയക്കുക, 600 കൊടുക്കുക, ഇത് മേടിക്കുക. അത്രേ ഉള്ളൂ. ഇനി நெக்ஸ்ட் கொஞ்சம் ஃபேன்சி ஐட்டம்ஸ் இருக்கு. லைன்ல இந்த மாதிரி டிசைன்ஸ். ഓക്കെ, കുറച്ചുകൂടി ശബ്ദത്തിൽ പറ. വീട്ടിൽ പറയണ പോലെ പതുക്കിന് പറയാണ്. ഓക്കെ, ഇത് ലൈൻ സ്ട്രൈപ്സിൽ വരുന്നത്. അതിൽ വിത്ത് പ്രിന്റ് ആയിട്ട് സെറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്. ചെമ്പരത്തി വേണം, പൂക്കൾ വേണം, ഏത് പൂക്കൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതിന്റെ കുറേ ഡിസൈൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി ബ്ലാക്ക് ആൻഡ് സിൽവർ ലവേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഫുൾ കണ്ട സിൽവർ ആൻഡ് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ ജസ്റ്റ് ഒരു പ്രിന്റ് നമുക്ക് നോക്കാം. ഇത് പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ആൻഡ് സിൽവർ എവർ ഗ്രീൻ എപ്പോഴും ട്രെൻഡ്, എപ്പോഴും ട്രെൻഡ്. ഈ ട്രെൻഡ് മാറാനേ പോണില്ല, എപ്പോഴും ഇത് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തേക്ക് കയറിയാലോ? അതിന്റെ നിങ്ങൾ അവിടെ പ്ലെയിൻ കണ്ടല്ലേ, അതില് ഡിസൈൻ പ്രിന്റ് വരണ ഫസ്റ്റ് നമ്മുടെ ജോസഫ് കാണിച്ചു തന്നത്. അതെ, അതിന്റെ പ്രിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ തന്നെ പ്രിന്റ്സ് അവൈലബിൾ ആണ് അല്ലെ, പല പ്രിന്റ്സ് പല കളേഴ്സില്. ഇപ്പൊ ഇത് ആലില് മയിൽപീലില് കൃഷ്ണൻ, അങ്ങനെ. അപ്പൊ ഡിഫറെന്റ് ഡിസൈൻസിൽ വേണം. പിന്നെ ഇപ്പൊ ഈ ശബ്ദം എന്തായി വരുന്നത്? ഇത് പ്രസ്സിംഗ് ആയിട്ടിരിക്ക് സാരീസ് എല്ലാം അതെവിടെയാ നടക്കണേ? ഓ, അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, ഇത് മാനുഫാക്ചറിങ് ആകുമ്പോ അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? അതെ, ഇതില്ലേ ഈ ചേച്ചി ചെയ്യണതല്ലേ? ഓക്കെ, വരൂ. ഇതാണ്. വാ ഇങ്ങോട്ട് വാ, മൈക്കുള്ള ആള് ഇങ്ങോട്ട് വാ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യ എന്താ സംഭവം. ഇതിപ്പോ അയൺ ചെയ്യാണ് പ്രസ് ചെയ്യാണ് എന്താ ചെയ്യണേ? രണ്ടും തന്നെയാണ് അല്ലേ? ഓക്കെ, ഓരോരോ സെക്ഷൻ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ വെച്ച്. അപ്പൊ ഇത് എത്ര പീസ് ഇതിൽ കയറും? 50 പീസ്. 50 പീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ ജോസഫ്. 50 പീസ് കയറിയത് ഇതില് ഒരു 50 പീസ് നമുക്ക് വെക്കാം. ഓരോരോ തട്ടിലും 4 പീസ്. അപ്പൊ എത്ര വെച്ചോ? 10 വെച്ച് 40 വെക്കുക. ഈ 2 വെക്കുമ്പോ 48 50 പീസ് വരെ, മാക്സിമം 50 പീസ് വരെ വെച്ചിട്ട് നമുക്കത് പ്രസ് ചെയ്യുമ്പോഴാണ് അത് ഫിനിഷിംഗ് കിട്ടുന്നത്. ഇത് പ്രസ് ചെയ്തതാണോ? ഇത് പ്രസ് ചെയ്തത്. ഈ കാണുന്നത് പ്രസ് ചെയ്തത്. പ്രസ്സിംഗ് വരും. ശരിക്കുള്ള ലുക്ക് മാനുഫാക്ചർ കഴിഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും പൊന്തനായിരിക്കും. പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫിനിഷിംഗ്. കടയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഫാക്ടറിയിൽ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ഉണ്ട്. അപ്പൊ ഇത് മാനുഫാക്ചർ ചെയ്ത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ആണ്. ആ ഫിനിഷിംഗ് മെഷീൻ ഇത് ഒന്ന് ചെയ്ത് എങ്ങനെയാണ്? ഇത് തിരിച്ചാ മതിയാ? അല്ല, ടൈറ്റ് വെച്ചിട്ട് അങ്ങനെ ടൈറ്റ് ആവും. അമർത്തി കഴിയുമ്പോ ഈ നൂലൊക്കെ നിവർത്തിയിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഫിനിഷിംഗ്. അപ്പൊ മറ്റോണം അയൺ ചെയ്യണ്ട. 10-15 മിനിറ്റ് ഇരിക്കും. അത് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു പീസ്
ഓക്കെ ആ ഇപ്പൊ അയണിങ് ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിംഗ് കണ്ടോ? ഓക്കെ ഇതിപ്പോ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാറാനൊന്നും വെക്കേണ്ടി വരില്ല? ചൂടൊന്നും ഇല്ല, ഉണ്ടാവില്ല. ചൂടുണ്ടാവില്ല. ഇത് അപ്പൊ തന്നെ പാക്കിംഗ് അപ്പൊ തന്നെ നമുക്ക് റാക്കിലേക്ക് വെക്കാം, പിന്നെ എടുത്തിട്ട് ലേബിൾ ഒട്ടിക്കാം, പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ അമ്മങ്ങി അത് കറക്റ്റ് ആ ഒരു സെറ്റ് ആയി വരുന്നവരേക്ക് ഇവിടം വരെ കംപ്ലീറ്റ് ഫിനിഷിംഗ് ആവും. കടയിലേക്ക് കാണിക്കുമ്പോഴാണ് അവർക്ക് ആൾക്കാർ എടുക്കുമ്പോ ഓ ബെസ്റ്റ് തുണി ഇങ്ങനെ പിടിച്ചു നോക്കില്ലേ, ഒരു മയം കിട്ടുമ്പോ ഇത് നല്ലതാണെന്ന് പറയും. പക്ഷെ നേരിട്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇത് എനിക്ക് വേണ്ടെന്ന് പറയും. അത് സെയിം ഇങ്ങനെ ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, ഞാൻ ഇത് എടുത്തോളാം, ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയും. ഇത് കാണുമ്പോ വേണ്ട, ഇത് കാണുമ്പോ വേണം. അതിന്റെ ഇതാണ് ഈ മിഷൻ. അങ്ങനെയാണ് ഇപ്പൊ പ്രസിംഗ്. അതപ്പൊ അവിടെ നടക്കട്ടെ, ഇനി നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് കൂടി അങ്ങനെയൊക്കെ കൊടുക്കട്ടെ. ആളപ്പോഴേക്കും ബിസി ആയി, വേറെ കാര്യത്തിലേക്ക് കടന്നു. എന്താ പേര് മറന്നു? കീർത്തി എന്നല്ലേ? കീർത്തി സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ളത്. ഓക്കെ, എവിടുന്നാ? അവിടെ തന്നെ ബാക്കി ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആ ശബ്ദം കേട്ടപ്പോ എന്തിന്റെയാന്ന് വിചാരിച്ച ഓടി വന്നതാ. ഓക്കെ, ഇനി എവിടുന്നാ? ഇത് ട്രെൻഡിങ് ആയിട്ട് പറയും ഇപ്പൊ പുതിയ ഡിസൈൻ. ഓക്കെ, എടുത്തോ. വൺ ഡിസൈൻ. ഇതില് ഇങ്ങനെ കരം ബോർഡർ ഒക്കെ ഇങ്ങനെ ജറി ഇല്ലാണ്ട് സിമ്പിൾ അതിൽ തന്നെ സിമ്പിൾ ആയിട്ട് വர ഡിസൈൻ. இதுல ബ്ലൗസ് വർക്കും இருக்கு. வேணுங்கில் கான்ட்ராஸ்ட் ബ്ലൗസ് நாங்க இங்க மேட்ச் பண்ணி கொடுத்துருவோம். அது 100 rupees தான். ബ്ലൗസ് എക്സ്ട്രാ. ഓക്കെ, ഇതിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. മൊത്തം ഡിഫറെന്റ് പ്രിന്റ്സിൽ വരുന്നത്. ഇത് ജറി അല്ല, ജസ്റ്റ് കളറിൽ ബോർഡർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് നല്ല ഒരു ട്രെൻഡിങ് ആയിട്ട് പോற സാരി മാം. ഒരു മലയാള ആക്ട്രസ് ഇത് വെയർ பண்ணி ரொம்ப ഫേമസാ പോയിട്ട് ഇരിക്കുന്നു. സ്ട്രൈപ്പില് ടെസൽസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇനി ഏതാ ആക്ട്രസ് എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. അതെ, അതായിരിക്കും ബെസ്റ്റ്. എനിക്കറിയില്ല. ഇതിലും 7 കളേഴ്സ്. ടെസൽസ് ഇങ്ങനെ കളേഴ്സ് വ്യത്യാസമായിട്ട് കിട്ടും കേട്ടോ. അതില് ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലാക്ക് അങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ കുറെ ബൾക്ക് പീസസ് ഉണ്ട്. എല്ലാതും നമ്മൾ കാണിക്കില്ല, ജസ്റ്റ് ഓരോ സാമ്പിൾസ്. ഓക്കെ, പിന്നെ ഇത് കസവില് പ്രിന്റ് വരണ ഡിസൈൻസ്. കസവും അതിനോടൊപ്പം തന്നെ പ്രിന്റിന്റെ ഇതൊക്കെ ഇങ്ങനെ ഈ പ്രിന്റ് ഒക്കെ നമ്മുടെ ഓൺ ആയതുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് ഇങ്ങനെ പൊളിക്കുമ്പോ അത് വിടർത്തി അല്ലേ, ആ ഒരു ഇതാണ് ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ അതില് പല കളേഴ്സ് ഇருக்கு. പല കളേഴ്സ്, പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഡിഫറെന്റ് പ്രിന്റ്സ്. പിന്നെ ഇത് സെയിം അതിന്റെ തന്നെയല്ലേ? ഇത് സ്പ്രേ ഡിസൈൻ ഞങ്ങൾ പറയും, നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് സ്പ്രേ ഡിസൈൻ. അപ്പൊ കസവ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ കളർ മാത്രം. സ്പ്രേ ഡിസൈൻ. കട്ടിക്കരയില് സ്പ്രേ ഡിസൈൻ ട്ടോ ഈ കാണുന്നത്. പിന്നെ ഇത് പിങ്ക് ബോർഡേഴ്സില് പിങ്ക് സറി പ്രിന്റുകള്. ഞാനിങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻസ് കാര്യങ്ങൾ. ബാക്കിയുള്ളത് നിങ്ങൾ കാറ്റലോഗ് ചോദിച്ച് മേടിച്ചാൽ മതി. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ഐറ്റം വന്ന് ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ് ജയ്പൂർ സാരീസ്. ഇത് പ്രിന്റ്, ഇത് ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് മെയ്ഡ് ആണ്. മെഷീനിൽ സാരി ചെയ്തിട്ട് പ്രിന്റ് നമ്മൾ വുഡൻ ബ്ലോക്കിൽ. അതെ, വുഡന്റെ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഓ, അത് ഞാൻ ജയ്പൂർ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ബ്ലോക്ക് പ്രിന്റ് ഒക്കെ കൂടുതൽ ജയ്പൂർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടല്ലേ? സ്പെഷ്യലൈസ് ഡിസൈൻ കൊടുത്ത് അവർ അത് പ്രിന്റ് பண்ணும். ഓക്കെ, അങ്ങനെ. അപ്പൊ ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊക്കെ നല്ല ഇപ്പൊ വെറൈറ്റി ആണ്, ഇപ്പൊ ട്രെൻഡിൽ നടക്കാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കുറച്ച് അതേമാതിരി വേറെ ഡിസൈൻ. ഇതൊക്കെ ഡിഫറെന്റ് ഡിസൈൻസ്, ഡിഫറെന്റ് വെറൈറ്റീസ്. കസവില് താമരയോ, ഫുൾ താമര. ഓ, ഇത് കാണുമ്പോ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നമുക്കത് പറയാൻ പറ്റില്ല, വീഡിയോയിൽ അത് പറയാൻ പാടില്ല. അതെ, കണ്ടവർക്ക് കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ കമന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാ. അത് ഞാൻ നിർബന്ധിക്കുകയില്ല. ഇത് ബൾക്കായിട്ട് വേണമെങ്കിലും തരാം. ഇനിയിപ്പോ ഇതിൽ ഒരു കളർ മാത്രം അല്ലെങ്കിൽ ചോപ്പ് മാത്രം അല്ല, അങ്ങനെ തന്നെ പറയില്ലേ? അതൊന്നും പറയല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ചോപ്പ് മാത്രം വേണമെന്ന് പറഞ്ഞാൽ ചോപ്പ് താമര വലിയതാ ചെറുതാ എങ്ങനെ വേണമെങ്കിലും ചെയ്തുതരാന്ന്. പിന്നെ ഇത് ഒരു ന്യൂ ഫ്രഷ് ഡിസൈൻ. ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ? നല്ല ഒരു ഫ്ലോറൽ പാറ്റേൺ, മൈൽഡ് കളേഴ്സ്. സാധാരണ ടൈ ആൻഡ് ഡൈ പോലെ ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ട്രെൻഡ്. ഈ കൊല്ലത്തെ ട്രെൻഡ് ഇതാ ഫുൾ ഇങ്ങനെ ഹോളി ടൈപ്പ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്പ്രേ പോലെ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് കൈ കൊണ്ടുള്ള ഒരു ഹാൻഡ് ബ്രഷ് പെയിന്റ്, പ്രിന്റ് അല്ല കേട്ടോ, ഹാൻഡ് ബ്രഷിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പൊ ഇതും ഒരു സാരി. അതിന് ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വർക്ക് തന്നെ വരില്ല. ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു കളറെ കാണിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. അടുത്ത സെക്ഷനിൽ പോ. പിന്നെ ടിഷ്യൂല് വെഡിങ് ഐറ്റംസ് இருக்கு. എംബ്രോയിഡറി, ഗ്രാൻഡ് എംബ്രോയിഡറി ഐറ്റംസ്. ആർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം? പോവാ. വാവ്,
അടിപൊളി വാർലി പ്രിന്റ്. ആ വാർലി പ്രിന്റ് എംബ്രോയിഡറി ടിഷ്യൂല് ഇത് ജസ്റ്റ് ഇത് ടിഷ്യൂല് ഫുൾ വാർലിയുടെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. സാരി ഫുൾ ഓവറോൾ എന്ന് വെച്ചാൽ നമുക്ക് കളർ സാരിയില് സെയിം കിട്ടുന്ന ആ ഒരു സംഭവം തന്നെ നമുക്ക് ടിഷ്യൂലും അവൈലബിൾ ആണ്. ഈ കളർ വരുമ്പോഴാണ് അതിൽ വാർലി പ്രിന്റ് ഉണ്ട്, ആനയുണ്ട്, എല്ലാ തരം പ്രിന്റ് അല്ല സോറി വീവിങ്. പിന്നെ ഇത് ഞങ്ങളോட സ്പെഷ്യൽ ജയ്പൂർ ചിക്കൻ കാരി എംബ്രോയിഡറി ഉണ്ട് അല്ലേ? ഓ ചിക്കൻ കാരി ഇപ്പൊ സെറ്റ് സാരിയിലും ഇതാ അടിപൊളി ഫുൾ വർക്ക്. ഇതിന്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ റെഡ് അല്ലാണ്ട് നമുക്ക് ഏതൊക്കെ കളേഴ്സ് വേണമെങ്കിൽ എല്ലാതും അവൈലബിൾ ആണ്. ഓവറോൾ ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് മിറർ വർക്ക് വേணும்னா കസ്റ്റമൈസ് பண்ணி കൊടുക്കും. ഓക്കേ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും അല്ലേ? ഓക്കേ കസ്റ്റമൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇതെല്ലാം கொஞ்சம் ഡിസൈനർ സാരി. യെസ് നമുക്ക് ശരിക്കും ആ ഒരു ഫാൻസിയിൽ കിട്ടുന്ന സാരി തന്നെ നമുക്ക് ടിഷ്യൂല് വരുന്നതാണ്. അത് ഫുൾ എംബ്രോയിഡറിയുടെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. എംബ്രോയിഡറിയുടെ വർക്കാണ് ഓവറോൾ ഫുൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ വേറെ വേറെ ഡിസൈൻസ് വേറെ വേറെ ഡിസൈൻസ് ആണ് വരുന്നത്. അതിന്റെ മെയിൻ ഡിസൈൻസ് 2-3 എടുത്ത് കാണിച്ചു, കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. പിന്നെ ഇത് ഡിജിറ്റൽ പ്രിന്റ് സാരി. ഇതിപ്പോ ശരിക്കും പറഞ്ഞ കളർ സാരിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പൊ ഇതില് വന്നിട്ടില്ല. എന്റെ പൊന്നെ വലിയ താമരയോ അത് പിടിച്ചോ. ഇതില് പിച്ചുവായി ഉണ്ട്, താമരയുണ്ട്. പിന്നെ ഇത് ബ്ലൗസ് ആണ്, ബ്ലൗസ്. ഇത് പ്രിന്റ്, ഇത് ഈ പോർഷൻ മുന്താണി, ഇത് ബ്ലൗസ്, ഇത് ബ്ലൗസ് ഫുൾ പ്രിന്റഡ് അല്ലേ? ഫുൾ താമര. ഇത് ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കളർ സാരിയിൽ എങ്ങനെയാ കിട്ടുന്നത്? ഇത് ഒരെണ്ണം നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ എങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക് ഒന്ന് അറിയണ്ടേ. ഇത് ഇങ്ങനെ ഓ ബ്യൂട്ടിഫുൾ അങ്ങനെ കണ്ട. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇനി വരാൻ പോണത്. ഡിജിറ്റൽ പ്രിന്റില് ഓവറോൾ പിച്ചുവായി പ്രിന്റ് ആണ് ഇതിൽ ഫുൾ വന്നിരിക്കുന്നത്. അടിപൊളി ഒരു സാരി കേട്ടോ, സൂപ്പർ. താങ്ക് യു. പിന്നെ അതിലെ ഇക്കത്ത് ഡിസൈൻ. ആഹാ എന്താ നോക്ക്, കേരള സാരി മാറ്റി ഇവര് മൊത്തത്തിൽ അങ്ങോട്ട്. ഇതാണ് മുന്താണി പോർഷൻ വരുന്നത് അല്ലേ? ഇത് മുന്താണിയുടെ. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഫുൾ ഓവറോൾ പ്രിന്റ് വരുന്നുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഓവറോൾ ഉണ്ട് കേട്ടോ. ബ്ലൗസും പ്രിന്റഡ് തന്നെ. ഓക്കെ എന്തായാലും ബ്ലൗസിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വേണമെന്ന് വെച്ചാൽ ബൾക്ക് പീസ് പറയുകയാണെങ്കിൽ ഓർഡർ ചെയ്ത് തരുന്നു, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം വെഡിങ് സാരീസ്, ടെമ്പിളുടെ ഡിസൈൻ. യെസ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇഷ്ടട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് ഇതാകുമ്പോ ഏത് ബ്ലൗസും ഇതിൽ പോകും ഇല്ലേ? ഇതാ ഇത്രയും വലിയൊരു ബോർഡർ ടെമ്പിളുടെ ഡിസൈൻ. കേരള ട്രഡീഷണൽ എന്നും പറയാൻ പറ്റില്ല, നമുക്ക് ആക്ച്വലി ഇതൊരു വെഡ്ഡിങ് കോൺസെപ്റ്റ്. ഉൾട്ടയാണ് ശരിക്കും പിടിച്ചിരിക്കണം. നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇത് പിടിച്ചോളൂ. ഇത് കേരള വെഡ്ഡിങ് സാരിയാണ് കേട്ടോ. അതിപ്പോ ഇത് പവർലൂം അല്ലേ വരുന്നത്? പവർലൂം. ഹാൻഡ്ലൂമിലുള്ളതിന്റെ റേറ്റ് കൂടും, ഇതാകുമ്പോ റേറ്റ് ഇത്തിരി കുറയും. ഹാൻഡ്ലൂമിന് പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കടക്കാരെ എങ്ങനെ വേണമെങ്കിലും വിറ്റോട്ടെ, അത് അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് നമ്മുടെ സത്യസ്ഥ കാര്യങ്ങൾ പറയാം. നമ്മളിവിടെ ഇരിക്കുന്നതൊക്കെ പവർലൂം അല്ലേ? അത് നമ്മള് നമ്മുടെ കാര്യം പറയാം. ഇതെല്ലാം കുറച്ച് വേറെ വേറെ ഡിഫറെന്റ് പാറ്റേൺസ്. ഓക്കെ ഇത് എംബ്രോയിഡറിയിലാണ് കേട്ടോ. ഫുൾ ഓവറോൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. കുറേ ഉണ്ട് ഡിസൈൻസ്. നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാണ്. ഒരു കാര്യം ചെയ്തോ, വീട്ടിൽ ഇരുന്നിട്ട് സമാധാനമായിട്ട് കാറ്റലോഗ് ചോദിക്കുക കാര്യങ്ങൾ. അപ്പൊ എല്ലാ ഡിസൈൻസ് ഇതിൽ കിട്ടും. ഇനി അടുത്ത സെക്ഷൻ എന്താ? ഇപ്പഴത്തെ എന്താ വരുന്നത്? പിന്നെ സെറ്റുമുണ്ട്. അപ്പൊ ഇനി അടുത്ത സെറ്റുമുണ്ടിൽ കയറിയല്ലോ. ഈ ഒരു സെക്ഷൻ ഫുൾ സെറ്റുമുണ്ടിന്റെ ഒക്കെ റാക്കിൽ ഇങ്ങനെ. ഇത് ഈ ഓണം വിഷു അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഈ സീസൺ എല്ലാ സമയത്തിലും ഇത് ഇരിക്കും. എല്ലാ സമയത്തും ഇതുപോലെ അതല്ല 365 ഡേയ്സ് ഓടും. സാധാരണ ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് വിഷുവിനും മാത്രം അങ്ങനെയൊക്കെ പറയും. ഇത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ഇതൊരു എന്താ വെച്ചാൽ പാലുകാച്ചിലായാലും ചോറുണ്ണിലായാലും അല്ലേ, ഹൗസ് വാമിങ് അല്ല എല്ലാത്തിനും. ഇനി എവിടുന്നാ മാം? ഇത് ഇപ്പോ സ്പെഷ്യൽ ട്രെൻഡിങ്ങാ പോയിട്ട് ഇരിക്കെ പുലിയൽക്കര. ഓക്കെ പുലിയൽക്കര. ഞാൻ അതന്നെ ആലോചിക്കണത്. പുലിയൻകര അത് ഞാൻ ആലോചിക്കണത്. ഞാനിനി പറഞ്ഞത് തെറ്റിയോ കേട്ടത് തെറ്റിയോ? ഓക്കെ ഇതിലെ ഡിസൈൻസ് ഒന്ന് നോക്കാം നമുക്ക്. വിത്തൗട്ട് പ്രിന്റും അവൈലബിൾ ആണ്. വിത്തൗട്ട് 6-8 കളർ അവൈലബിൾ ആണ്. പല പ്രിന്റ്സ് അവൈലബിൾ ആണ്, ഡിസൈൻസും അവൈലബിൾ ആണ്. ഇപ്പൊ ചെയ്യണത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണമെന്ന് മാത്രമല്ലോ. ഇപ്പൊ മുകളിലത്തെ സൈഡിൽ ഇതിൽ എത്ര മീറ്റർ ആയിരിക്കും? ഇത് 2.5 meters. കറക്റ്റ്. പിന്നെ വലിയ സൈസ് വലിയ മീറ്റർ 2.8. അതും ഉണ്ട് അല്ലേ? അതുണ്ട്. പിന്നെ മുള്ളത്ത് മുണ്ട മുണ്ടൊക്കെ പറയാം. എല്ലാം ഉണ്ടോ? ഒക്കെ നോ ഇല്ല.
നോ ഇല്ല. ഓക്കെ, യെസ്. അതാ ഇത് ഡിഫറെന്റ് പ്രിന്റ്സ്. ഇത് നോക്കിയ പ്രിന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്നത് ഫുൾ അതിന്റെ എല്ലാമേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ആയിട്ട്. ഓക്കെ. സെറ്റ് മുണ്ട് വരുമ്പോ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാ? 199. 199 സെറ്റ് മുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് കയറാം. പിന്നെ അതിൽ സിൽവർ വர ഐറ്റംസ് இருக்குங்க. ഓക്കെ, സിൽവറില് ഇതിൽ കളർ അതിൽ സിൽവർ ഐറ്റംസ് இருக்குங்க. നേരത്തെ കാണിച്ചതില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചതിൽ കറി ഉണ്ടായിരുന്നില്ല. ഇതിൽ സിൽവർ ഒരു സെറി പോയിട്ടുണ്ട്. അതിൽ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡും ഉണ്ട്, ഡിഫറെന്റ് പ്രിന്റ്സ് വേണമെങ്കിൽ അതും ഉണ്ട്. അപ്പോൾ മുകളിൽ സെറിയിൽ മുകളിൽ സെറിയിലും ഉണ്ട്, നോർമലിലും ഉണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ചതാ. ഓക്കെ, ഇനി ഇത് കട്ടിക്കര. ഇത് 1 inch, 2 inch, 3 inch. 3 inch അങ്ങനെ 3 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ അടിയിലും നോക്കാം. അടിയിലത്തെ കുറച്ചുകൂടി കൂടിയ വീതിയുള്ളത് കേട്ടോ. അപ്പൊ 1 inch, 2 inch, 3 inch വരെ ലാസ്റ്റ് പോകും. ഇതിലേക്കാളും വീതി കൂടിയത് വേണമെന്ന് വെച്ചാൽ ഇത് അതും ഉണ്ട് അല്ലെ. 5 inch വരയ്ക്കില്ലേ? 3 inch മാത്രം. ലാസ്റ്റ് 3 inch വരയ്ക്ക്. ഈ സൈഡ് ഒന്ന് നോക്കിക്കോട്ടെ. ഇതൊക്കെ ഡിഫറെന്റ് എന്ന് വെച്ചാൽ കരകൾ വെച്ചിട്ടുള്ളതാണ്, കസവില്ല. പിന്നെ അതിലെ വൈറ്റ് പ്രിന്റ്സ് വരെ ഡിസൈൻസ് ഇരിക്കും. ഓക്കെ, കളേഴ്സിൽ എന്ന് വെച്ചാൽ കട്ടിക്കരയിൽ തന്നെ വൈറ്റ് പ്രിന്റ് വരുന്നത് അങ്ങനെ. ഇതൊക്കെ എന്താ പറയാ, നോർമൽ നമ്മളെല്ലാം ഷോപ്പിൽ കാണുന്ന ഐറ്റം ഒക്കെ തന്നെ. പക്ഷെ അത് ഇവിടെ ആകുമ്പോൾ ഇത്തിരി അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് കണ്ടപ്പോൾ ഇതൊക്കെ വിട്ടു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല ഒരു ടെമ്പിൾ ഇക്കത്ത് ഡിസൈൻ. അതെ, ടെമ്പിൾ ഇക്കത്ത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് വീവിങ് പ്രിന്റാ? ഇത് പ്രിന്റ് ആണ്. പ്രിന്റ്. ഓക്കെ, ഇത് എല്ലാമേ ഡബിൾ മുണ്ട്. സിംഗിൾ മുണ്ട് വേണമെന്നാലും ഇருக்கு, ഡബിൾ മുണ്ട് വേണമെന്നാലും ഇருக்கு. ഡബിൾ മീൻസ് രണ്ടായിട്ട് ചുറ്റണതും. സിംഗിൾ ചിലവർക്ക് നെയിലടിക്കുന്ന പറയുമ്പോ ഡബിൾ വേണ്ടി വരും. കുറച്ച് വയസ്സായവർക്ക് ഡബിൾ വേണ്ടി വരും. അല്ലാത്തവർക്ക് പിന്നെ ഇപ്പൊ നെയിലടിക്കുന്ന സാധനം അവർക്ക് അതന്നെ വേണ്ട. അപ്പൊ ഇതൊക്കെ സിംഗിളല്ലേ? ഇത് സിംഗിൾ. സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട് കേട്ടോ സെറ്റും മുണ്ടില്. ഇപ്പൊ ഒരു ന്യൂ കളക്ഷൻ ഇருக்கு. ഓക്കെ, ചെമ്പരത്തി. ഓക്കെ, ചെമ്പരത്തി. അപ്പൊ ചെമ്പരത്തിയുടെ കളറ് റെഡ്. ഞാൻ പല കളറിൽ പണ്ടலாம். ഞാൻ പല കളറിൽ ചെയ്തിട്ടുണ്ട്. റെഡ് വേണമെങ്കിൽ റെഡ്, പിങ്ക് വേണമെങ്കിൽ പിങ്ക്, മറൂൺ വേണമെങ്കിൽ മറൂൺ. ചെമ്പരത്തി ഉണ്ട് ഇവിടെ അല്ലേ? പച്ച ചെമ്പരത്തി കൂടെ ഉണ്ട്. ചെമ്പരത്തി പച്ച കളറുണ്ട്. അത് അടിപൊളിയായി. പിന്നെ ഇതൊരു ഡിസൈൻ നന്നായിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഇതും കുറച്ച് നന്നായി. ഇതൊക്കെ കാണുന്നതൊക്കെ പ്രിന്റില്ല. വിവിലും വരുന്നുണ്ട് കേട്ടോ. വിവിങ്ങും ഉണ്ട്. എല്ലാ എവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുക്കുന്നുള്ള ഒരു ഇത് നന്നായിട്ടുണ്ട്. ഇതിപ്പോ ട്രെൻഡിങ് പോരാ മുള്ളൂത്ത്. മുള്ളൂത്തല്ലേ? സിമ്പിൾ ആയിട്ടുള്ളത്. സോഫ്റ്റ് ഫിനിഷ് ഇരിക്കും. സോഫ്റ്റ് ഫിനിഷിംഗില്. ഇത് മെയിൻ ആയിട്ട് കോട്ടണില് വരുന്ന ടിഷ്യൂലും ഉണ്ടോ? ടിഷ്യൂലും ഉണ്ട്. ടിഷ്യൂലും ഉണ്ട്, കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കളേഴ്സും ഇത് ഒന്ന് നോക്കാം നമുക്ക്. ഇത് കാണുന്നത് മൊത്തം ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത്. മുള്ളൂത്തും ഉണ്ട് കേട്ടോ. മുള്ളൂത്ത് ഉണ്ട്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, ഇനി ഇത് ഒരു ന്യൂ ഡിസൈൻ, ന്യൂ പാറ്റേൺ. ഇതും പ്രിന്റില് തന്നെ വിത്ത് ടെമ്പിളുടെ ഡിസൈൻ. കോട്ടൺ. മുള്ളൂത്ത് മാതിരി ബട്ട് കോട്ടണില് ചെയ്തിട്ട് പ്രിന്റുകൾ കേട്ടോ. ഇനി പിന്നെ ഇതൊക്കെ പുതു ഡിസൈൻ. ഇത് ഒക്കെ എപ്പോഴും ട്രെൻഡ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഇത് മാത്രം കിട്ടും എന്ന് വെച്ചാൽ കേരള ട്രഡീഷണൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഐറ്റം ഇവിടെ ഇല്ല കേട്ടോ. മാത്രമേ ഉള്ളൂ. എന്നാ നമ്മൾ നിക്കുന്നത് കേരളത്തിലല്ല, നമ്മൾ നിക്കുന്നത് തമിഴ്നാട്ടില്. യെസ്, കോയമ്പത്തൂര്. എക്സാക്ട് ലൊക്കേഷൻ വടവള്ളി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ജസ്റ്റ് 7 kilometer ഡിസ്റ്റൻസ്. ബസ്സിൽ കയറാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് കാശ് കൊടുക്കണ്ട, ആണുങ്ങൾക്കാണെങ്കിൽ 9 രൂപ കൊടുത്താൽ മതി. പിന്നെ കാറൊക്കെ ആണെങ്കിൽ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നേരിട്ട് വരാം, കാറിൽ വരണൊക്കെ അങ്ങനെ വരാം അല്ലെ? ഓക്കെ, അത് ഓൺ ചെയ്ത് തന്നെയാണ് ആ കറണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഇത് വന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാ ഇതെന്താ കവർ പിടിച്ച് നിൽക്കണേ? ഗേൾസോட പാവാട സെറ്റ്. പാവാട ടീനേജിന്റെ അത് നിർത്താൻ നല്ലത്. ലൈറ്റ് എപ്പോഴും വന്നും പോയി പവർ. ഓക്കെ, ഇത് ഇതിന് വല്ല ഓഫർ ഉണ്ടാ? കണ്ടിപ്പാ ഇருக்கு. 450 rupees. 450ക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഫുൾ സെറ്റ് വിത്ത് ബ്ലൗസ്. ഓ, ബ്ലൗസ് അതും ബ്രോക്കേഡ് ബ്ലൗസ്. അതില് പാവാടയും ബ്ലൗസും 2 പീസിന്റെ അല്ലേ? ഓക്കെ, ഇത് ഇപ്പൊ ഓഫറിൽ കൊടുക്കണതാണോ അല്ലെങ്കിൽ നോർമൽ ഈ റേറ്റ് തന്നെയാണോ? ഇപ്പൊ ഓഫറിൽ ഓണം സ്പെഷ്യൽ ഓഫർ 450 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പാവാടയും ബ്ലൗസും കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നതാണോ ഫുൾ? 25 prints இருக்கு மேம். ഓക്കെ, ബ്ലൗസ് കളേഴ്സ് வந்து 15-20 കളേഴ്സ് இருக்கு. ഓക്കെ, ഇത് ഫുള്ള് നോക്കിക്കോ. ഏത് വേണമെങ്കിലും എടുക്കാം. ഒക്കെ 450 ആ ഒരു റേഞ്ച് ഉള്ള പാവാടയും ബ്ലൗസ് ഇട്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ഒക്കെ ഇപ്പൊ ഓഫറിന് മേടിക്കുന്ന സംഭവമാണ്. സിംഗിൾ പീസ് അവൈലബിൾ ആണ്. ഇനി ഇത് വരുന്നത്
പിന്നെ അതില് இந்த மாதிரி സ്റ്റിച്ച്ഡ് സ്കർട്ട് ഓക്കെ വലിയവർക്കുള്ളത് വലിയ കുട്ടികൾക്ക് 15 years 12 years അതുപോലെ അതില് വരുമ്പോ പാവാട മാത്രമായിട്ട് പാവാടയും ബ്ലൗസും രണ്ടും ഉണ്ട് മിക്സ് ആയിട്ട് വരുന്നത് ഇത് സ്റ്റിച്ച്ഡ് സ്കർട്ട് അത് അൺസ്റ്റിച്ച്ഡ് ഓക്കെ ഇതിനാകുമ്പോ റേറ്റ് കുറച്ച് കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് വേണ്ടേ ജാസ്തി അല്ല കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് അത്രയും ചിന്തിച്ചാൽ മതി അത്രേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യണേന് ഇത്രയല്ലേ ഉള്ളൂ ഓക്കെ ഞാനിത് ചുരുട്ടി വെച്ചു ദൈവമേ ഇത് കാണുന്നത് മൊത്തം അൺസ്റ്റിച്ചഡിന്റെ അല്ല സ്റ്റിച്ചഡ് പാവാടയുടെ കളക്ഷൻ അതിലത്തെ പാവാടയുടെ ഇതോ തന്നെയല്ലേ അജ്രക് ആൻഡ് പ്രിന്റിംഗ് രണ്ടും മിക്സ് ചെയ്തിട്ട് ഓക്കെ നേരത്തെ നമ്മൾ എടുത്തത് തന്നെയാ തോന്നുന്നുണ്ടല്ലേ ഇത് രണ്ടും രണ്ട് ഷെയ്ഡാ വരുന്നത് കേട്ടോ ഗോൾഡിലും ഉണ്ട് ടിഷ്യൂലും ഇത് ഈ ടിഷ്യൂ വേറെ ഈ ടിഷ്യൂ വേറെ ടിഷ്യൂല് തന്നെ കുറെ ടിഷ്യൂ ഉണ്ട് കോട്ടണിൽ തന്നെ കുറെ കോട്ടൺ ഉണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ഇതൊക്കെ ആ ഒരു ഇതിൽ വരുന്നത് അല്ലേ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ പിന്നെ സെറ്റ് മുണ്ട് ഇവിടെയും ഉണ്ട് ടിഷ്യൂല് സെറ്റ് മുണ്ട് ഉണ്ട് പിന്നെ അതിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സെറ്റ് മുണ്ട് ഓക്കെ നമുക്ക് സാരിയിലുള്ള സെയിം ഐറ്റം തന്നെ നമുക്ക് സെറ്റ് മുണ്ടിലും അവൈലബിൾ ആ ഓക്കെ ഇത് നല്ല ഫേമസ് ആ യൂണിഫോം ഓർഡേഴ്സ്ക്ക് പോയിട്ട് യൂണിഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ബൾക്ക് നമുക്ക് യൂണിഫോം ആയിട്ട് 50 പീസ് അല്ലെങ്കിൽ കുടുംബശ്രീക്കാര് ടീച്ചേഴ്സ് ഇപ്പൊ ഓണം ആഘോഷിക്കുന്നവര് ഒരു 10 പീസായിട്ട് വേണമെന്ന് പറയണ അത് ഒക്കെ റെഡിയാക്കി തരും ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ അത് കൈയോടെ കൊണ്ടുപോകും ഇമ്മീഡിയറ്റ് കിടക്കട്ടെ അത് ഒള്ളി കേരള അല്ലാട്ടാ നമ്മള് ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന ടീമാണ് இன்டர்நேஷனலியும் எங்களுக்கு பொட்டிக் கஸ்டமர்ஸ் நிறைய பேர் இருக்காங்க அதுல கஸ்டமைஸ்ட் ஆர்டர்ஸ் தான் ஸ்பெஷலா நாங்க பண்ணி தரோம் ചെയ്യുന്നതാണ് വീണ്ടും പറയാണ് ഒരു ജില്ലയില് ഒരു കടയില് ഇവരുടെ ഐറ്റം ഉണ്ട് അത് ഏതാ കട എന്ന് ഞാൻ പറയില്ല വലിയ വലിയ ഷോപ്പുകളില് അല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് വയ്യ ഈ വീഡിയോ എന്റെ വീട്ടുകാർ കാണുമ്പോഴത്തെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് ജോസഫേട്ടാന്ന് വിളിക്കുമ്പോളേ ഓക്കെ ഇത് അടുത്ത പ്രിന്റ് അടുത്ത താമരയിലെ അതെ താമര വിട്ട് കളിക്കില്ലല്ലോ നമ്മള് കണ്ട താമര ഉണ്ട് എന്തൊക്കെ പൂക്കള് പോട്ടെ താമരയില് വരെ കളി തുടങ്ങി ഇവര് ഇന്നൊരു താമര ഇത് രണ്ട് തരം താമരയാണ് പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു താമരക്ക് ഇത് ശരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഈ താമരക്ക് കുറച്ചുകൂടി നാച്ചുറാലിറ്റി കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ട് ഇത് ഇങ്ങനെയും ഇങ്ങനെ എങ്ങനെ ഇത് തിരിച്ചു മറിച്ചാലും സെയിം നമുക്ക് ഒരു ഫിനിഷിംഗ് അങ്ങനെ ബാക്കും ഫ്രണ്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല ഈ താമര ജസ്റ്റ് ഒന്ന് നോക്കിയല്ല പിന്നെ ഇവിടെ എന്താ വേറെ ഇനി കാണിക്കാൻ എല്ലാം നിറയെ പാറ്റേൺസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് 50 പാറ്റേൺസ് ഇരിക്കുന്നു 50 ഡിസൈൻസ് പ്രിന്റിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇതും നോക്കിയാൽ നല്ല അടിപൊളി ഒരു ഇത് എംബ്രോയിഡറി ഇത് എംബ്രോയിഡറി ആണ് ഇത് ഗ്രീൻ പോൾക്ക പോൾക്ക ഡോട്ട് ഇപ്പൊ ഏത് കാലത്തും ട്രെൻഡ് ആണ് അല്ലേ അതും ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കളേഴ്സ് ഇങ്ങനെ മാറി മാറി കിട്ടും ഇത് രണ്ടും ഡബിൾ ഷെയ്ഡിൽ വരും ഗോൾഡും നേവിയും പിന്നെ ഇതില് 5-7 കളേഴ്സ് അവൈലബിൾ ആ പോൾക്ക ഡോട്ട്സ് അത് ചെറുതിലും ഉണ്ട് വലുതിലും ഉണ്ട് പിന്നെ ഇതില് കുഞ്ചല വേണമെന്ന് അറ്റാച്ച് പണി കൊടുത്തു അതും നമ്മൾ അതിന് വേറെ കുറച്ച് എക്സ്ട്രാ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് പറയണം കാരണം എന്താ വെച്ചാൽ ഇത് ഹോൾസെയിലേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല മാനുഫാക്ചേഴ്സ് ആണ് അപ്പൊ ഹോൾസെയിലിനേക്കാളും അപ്പറേ മേലെ അതുക്കും മേലെ അല്ലെ അതുക്കും മേലെ അല്ലെ അതല്ല ശരിക്കും കറക്റ്റ് ഹോൾസെയിൽ എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ അവര് റീറ്റെയിലുകാർക്ക് കൊടുക്കുന്നു പക്ഷെ ഈ ഹോൾസെയിലുകാർ എവിടുന്നാ മാനുഫാക്ചറുടെ കയ്യിൽ ശരി നമുക്ക് പോവാം അടുത്തേക്ക് കാണിച്ചില്ലാമ നല്ല കസവ് ഓക്കെ ഈ കസവിന്റെ പ്രത്യേകത എന്താ ബാലരാമപുരം കൈത്തറി എങ്ങനെയുണ്ട് ഒരു മിനിറ്റ് മൈക്കൊന്നും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും ബാലരാമപുരത്ത് കസവ് എങ്ങനെയുണ്ടോ അതേപോലത്തെ കസവ് ഇവിടെയും ചെയ്തിരിക്കണം ബാലരാമപുരം ആണെങ്കിൽ ഹാൻഡ്ലൂമില് കൊടുക്കുന്ന സെയിം ഫിനിഷിംഗ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് സെയിം ഫിനിഷിംഗ് സെയിം ക്വാളിറ്റിയില് പക്ഷെ ക്വാളിറ്റി പവർലൂമിലായിരിക്കും മാത്രം അപ്പൊ അതിന്റെ എത്ര ഇഞ്ചൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം നമുക്ക് ഇത് ഇപ്പൊ ശരിക്കും എത്ര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഇഞ്ച് മുതലുണ്ട് എല്ലാം അല്ല 1 ഇഞ്ച് തൊട്ട് 10 ഇഞ്ച് വരെയൊക്കെ ഉണ്ടാവും 10 ഇഞ്ച് വരെ ഉണ്ട് 10 ഇഞ്ച് വരെ കിട്ടുമോന്ന് അറിയില്ല 8 എന്തായാലും ഉണ്ട് 10 ഞാൻ കൂട്ടി പറഞ്ഞതാ കിടക്കട്ടെ അപ്പൊ ഇത് ഫുൾ പ്ലെയിനിലാണ് വരുന്നത് നോ ഡിസൈൻസ് നോ പ്രിന്റ്സ് ഒന്നുമില്ല ബെസ്റ്റ് ക്വാളിറ്റി നാച്ചുറല് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റും ഉണ്ട് പിന്നെ ഇപ്പൊ മനസ്സിലായി എനിക്ക് ഈ തിളക്കം കണ്ടു കഴിഞ്ഞാൽ മേടിച്ചോ ഈ തിളക്കം നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോയി 10 ലൈറ്റ് ഇട്ട് കാണുമ്പോ ഒന്നോടെ ഇരട്ടിയാവും
തിളക്കം. പത്തരമാറ്റ് പത്തരമാറ്റ് തങ്കം എന്ന് പറയുന്ന പോലെയാവും. അപ്പൊ അവൻ പറയുന്ന വിലക്ക് നാട്ടുകാർ കൊണ്ടുപോവുകയും ചെയ്യും. ഇതിപ്പോ ഒരു ട്യൂബ് ലൈറ്റ്, സാധാരണ ട്യൂബ് ലൈറ്റിൽ ഇങ്ങനെയുണ്ട്. ഈ വീഡിയോ ഇവിടെ എടുത്താൽ തീർന്നു, നാളെ നമുക്ക് ഷോപ്പിൽ സാധനം കൊടുക്കും. ധൈര്യമായിട്ട് അവർ മേടിക്കും, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരു 8 ഇരട്ടി 80 ഇരട്ടി 90 ഇരട്ടി. അത് വേറെ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ ആളല്ല. എന്തായാലും ഇത് ഞാൻ പറഞ്ഞത് ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ അത്രയും പവർ കിട്ടും. ഇത് 2.80 അതിലാണ് വരുന്നത്. സെറ്റും ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് സാരി അവൈലബിൾ. ഇനി അധികം വാചകം അടിക്കണ്ട, നമുക്ക് കുറെ കളക്ഷൻസ് ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം ഇനിയിപ്പോ പിടിക്കാ മാഡത്തിന്റെ അടുത്തേക്ക് വീണ്ടും കൊടുക്കണമെന്നില്ലേ എന്റെ മോളെ കീർത്തിക്കുട്ടി. ഇത് ഫുൾ സിൽവറില്, ഫുൾ സിൽവർ മാം. സെയിം നമ്മള് ഗോൾഡിൽ കണ്ടത് അതിൽ സിൽവർ. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. ആ ഏകദേശം ഒരു ഡിസൈൻസും അതിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സിൽവറിൽ പ്രിന്റുകളാണ് ഇത് വരുന്നത്, അതിൽ കളേഴ്സ് വരുന്നുണ്ട്. ഇത് കണ്ട അടിയിലും ന്യൂ ഡിസൈൻ മാം. അതൊരെണ്ണം വേണമെങ്കിൽ എടുക്കാം അല്ലെ, ആ ഒരു ഡിസൈൻ. ഓക്കെ, ഫുൾ നമുക്ക് പിങ്കില് ജറി വന്നിട്ട് ഇത് പ്രിന്റ് ആണ്. ഇത് കോട്ടണിലല്ലേ? കോട്ടണിലാണ്, പ്യുവർ കോട്ടൺ. ഒരു സംശയിക്കില്ല. ആ നൂല് ഞാൻ അവിടെ പിടിച്ചു നോക്കി. അത് ഞാൻ അവിടെ മാനുഫാക്ചർ സ്ഥലത്ത് പോയപ്പോഴേ നമുക്ക് നേരിട്ട് വരണമെങ്കിൽ മാനുഫാക്ചർ സ്ഥലത്തേക്ക് തന്നെ പോയി നമുക്ക് നോക്കാം. അവിടെ തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നൂല് പിന്നെ കൈ മെഷീന്റെ ഇടയിൽ കൊണ്ടിട്ടായിരിക്കോട്ടാ. നിങ്ങൾ നേരിട്ട് വരുമ്പോ അല്ലെ, അവര് വരുമ്പോ നൂല് ക്വാളിറ്റി ടച്ച് ചെയ്യാനായിട്ട്. അതാ. അപ്പൊ അതിന് നിറയെ പല ഡിസൈൻ. ഇതിന്റെ ഡിസൈൻസ് ഒന്ന് നോക്കട്ടെ. അത് എന്ന് വെച്ചാൽ പിങ്ക് സെറിയിലാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ തൊട്ട് നമ്മളെല്ലാവർക്കും ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു ഡിസൈനാണ് അല്ലെ. ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മള് കേരള എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ ആനേനെ കണ്ടു വളർന്നെന്ന് പറയില്ലേ, അതേപോലെയാണ് ടെമ്പിൾ ഡിസൈൻസ് ഒക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്. അപ്പൊ അതും ഇപ്പോഴും ഉണ്ട്. എത്ര കൊല്ലങ്ങളായിട്ട് ഫേമസ് ഡിസൈൻ ടെമ്പിൾ. Again temple with zari work. അത് zari 2-3 zariകളുണ്ട്. അതുപോലെ തന്നെ തുണിയുടെ ക്വാളിറ്റിക്കും മാറ്റങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് അങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് ചൂസ് ചെയ്യാം. അതെ, നേരിട്ട് വന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാറ്റലോഗ് അയക്കാം. ഫോട്ടോസ് കാറ്റലോഗ് അയക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിന്റ് കാര്യങ്ങളൊക്കെ സെയിം ഏകദേശം നമുക്ക് ആ ഐഡിയ കിട്ടും. ബട്ട് നേരിട്ട് വരാണെങ്കിൽ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇനി ഇത് ഫുൾ ഗോൾഡ് സെക്ഷൻ മാം. ഓക്കെ, പിന്നെ നേരത്തെ സിൽവർ ആയിരുന്നു. ഗോൾഡിന്റെ സെക്ഷൻ ഒന്ന് കാണാം നമുക്ക്. ഫുൾ ഗോൾഡില് പ്രിന്റിന്റെ വർക്കുകളാണ് നമ്മൾ സെയിം കാണിച്ച ആ ഒരു 1 inch 2 inch 3 inch അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് റാക്കിലാണ് വെച്ചിരിക്കുന്നത്. 1 2 3 വരെയാണ് ലാസ്റ്റ് നോർമൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് 8 ഇഞ്ച് വരയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അതിലത്തെ ഈ ഒരു ബ്ലാക്കിൽ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ അല്ലേ? ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പ്രിന്റ് പുതുസാ അതെ ഇങ്ങനെ പൊളിക്കണത് അല്ലെ, ഇതല്ലേ പുതുസായിട്ട് ഓപ്പൺ. ഞാൻ തമിഴ്നാട്ടിലാ, നിങ്ങൾ എവിടെയാ? പുതുസാ പുതുസാ ഞാൻ തമിഴ്നാട്ടിലാ നിക്കണത്, മറന്നിട്ടില്ല. നിങ്ങൾ മറന്നു പോയാ? കുറച്ച് നേരത്തേക്ക് കേരളത്തിലേക്ക് പോയാ? ഓക്കെ, എന്തും കേരളന്നല്ലേ? ഓക്കെ. ഇത് പിന്നെ ഇത് നല്ല ട്രെൻഡിങ് അപ്പോൾ ഫാൻസി. ഇതിന് എന്താ പറയാ, കുറച്ച് ഇങ്ങനെ എന്താ പറയാ ഡാർക്ക് ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല, സട്ടൽ ആയിട്ടുള്ള കുറച്ചുകൂടി വയസ്സായവർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഇത് സിംഗിൾ ഡബിൾ അല്ലല്ലോ? സിംഗിൾ 2.8 meters. ഓക്കെ, ഇതിൽ തന്നെ ഡബിളും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് ഡിസൈൻസ് ഒന്നും നോക്കാം നമുക്ക്. ഈ കാണുന്നത് മൊത്തം ഇതിന്റെ പലതരം ഡിസൈൻസ് കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇത് ഇഷ്ടം പോലെ ഡിസൈൻസിലുണ്ട്, ഇഷ്ടം പോലെ കളേഴ്സിലുണ്ട്. സിംഗിൾ പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. സ്റ്റോക്ക് നിറവുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു നമുക്ക് മനസ്സുകൊണ്ട് ഒരു സന്തോഷം വരില്ലേ? ആ ഒരു സന്തോഷം. നമ്മൾ മാനുഫാക്ചറിങ് സ്ഥലത്ത് എന്ന് പറയുമ്പോൾ റേറ്റ് കുറവിന് ആൾക്കാരിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോൾ അതിന്റെ വലിയൊരു സന്തോഷമുള്ള. അതെ, നമ്മ സാരിയിലെ കണ്ട പോലെ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് സെറ്റ് മുണ്ടില് കേട്ടോ. അതില് സെറ്റ് മുണ്ടില് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. ഫുൾ കോട്ടൺ അല്ലേ? നല്ല നല്ല പ്രിന്റുകളും കാര്യങ്ങളും. ഇതിന്റെ പ്രിന്റുകളും ഒന്ന് നോക്കാം. കുറെ പ്രിന്റ്സ് ഉണ്ട്. ഇങ്ങനെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കുറെ പച്ച, ചുവപ്പ്, മഞ്ഞ, നീല ഇങ്ങനെ കളറുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ നിവർത്തി ബ്യൂട്ടിഫുൾ. അത് അതിനേക്കാളും ഗംഭീരമായിരിക്കും. പക്ഷെ എല്ലാതും നമുക്ക് ഇങ്ങനെ തുറന്ന് കാണിക്കാൻ എളുപ്പമല്ല. അതാണ് പ്രശ്നം. സമയമില്ല, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കാണിക്കുന്നതില്. ഇത് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡില്. നമ്മൾ നേരത്തെ കണ്ടത് ലൈറ്റില്,
ഇത് വരുമ്പോ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡിൽ വരുന്ന കുറച്ചുകൂടി പ്യുർ കോട്ടൺ പ്യുർ കോട്ടൺ മിക്സ് അല്ലാതെ ഐറ്റം. ഓക്കെ, പോളിസ്റ്റർ മിക്സ് അല്ലാതെ പ്യുർ കോട്ടൺ. അതാ ഞാൻ പറഞ്ഞത്, കോട്ടണിൽ തന്നെ 2-3 തരം ക്വാളിറ്റി വരുന്നുണ്ട്. അതിൽ മിക്സ് ഉള്ളതും മിക്സ് ഇല്ലാത്തതും പ്യുവറിൽ വരുന്നുണ്ട്. ഒരു നമ്മള് കോട്ടണിൽ പറയില്ലേ 60-60-60-80 ആ ഒരു സംഭവമൊക്കെ തന്നെ ഇവിടെ ഇതിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലും പ്യുവർ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി இது மெயினா இந்த திருவாதிரை அந்த ஃபங்க்ஷனுக்கு யூனிஃபார்ம் ஆர்டர்ஸ் மாதிரி. ഓക്കെ, ഈ സംഭവം അല്ലേ, യൂണിഫോം ഡാൻസ് കളിക്കാൻ ഐറ്റംസിനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ. പിന്നെ നമുക്കിட்ட വൈറ്റ് ഷർട്ട്സ് இருக்கு, தோத்திக்கு மேட்ச். அது அப்புறம் பண்ணிக்கலாமா? അത് നമുക്ക് അങ്ങോട്ട് എവിടെയുള്ള தோத்திஸ் மேல வேலை செக்ஷன் இருக்கு. വേറെ സെക്ഷൻ ഇരിക്കുക, അതെവിടെയാ? ഇത് വേറെ സ്ഥലത്തുണ്ടോ? மேல மேல ഇതുക്കും മേലെ ഉണ്ടാ? ശരി, ഞാൻ ഈ ഒരു ഏരിയ മാത്രമേ ഒന്നാ വിചാരിച്ചിരിക്കണേ. അപ്പൊ പോവാൻ അങ്ങോട്ട് നമുക്ക് കിഡ്സിന്റെ ഒരു സെക്ഷൻ കൂടി കവർ ചെയ്തിട്ട് പോവാം. ഈ ഒരു സെക്ഷൻ കൂടി കവർ ചെയ്ത് ഈ ഒരു സെക്ഷൻ, ഇത് ഇവിടെ കാണുന്നത് കിഡ്സിന്റെ ഒരു സെക്ഷൻ. ഈ ഏരിയ മൊത്തം കിഡ്സിന്റെ മുണ്ടുകള്, ഷർട്ടുകള്, ജുബ്ബ, പിന്നെ പെൺകുട്ടികളുടെ പാവാടി ഷർട്ടുകൾ. ഇതും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ആണുങ്ങളുടെ സെക്ഷനിലേക്ക് പോവാം. ഇത് കളേഴ്സിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യാല്ലേ, പാക്ക് ചെയ്തത് പോവും. ഓക്കെ, ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്യാം. ഇത് നമ്മള് ഓണത്തിനായാലും വിഷുവിനായാലും ഇങ്ങനത്തെ കളേഴ്സ് ആണ് കൂടുതൽ പോകുന്നത്. പിന്നെ പ്രിന്റിലും അവൈലബിൾ ആണ്. ഞാൻ ഒരെണ്ണം ഒന്ന് സാമ്പിൾ കാണിക്കാം. ഇത് വെച്ച് ജുബ്ബാവും ധോത്തിയും ഇങ്ങനെ. ഇതിന്റെ സൈസസ് വരുന്നത് 0 സൈസ് തൊട്ട് 12 ഇയേഴ്സ് വരെയൊക്കെ 12 ഇയേഴ്സ് വരെയൊക്കെ ഉണ്ട്. അതും ബൾക്ക് ഓർഡർ, സിംഗിൾ ഓർഡർ, എങ്ങനെ സിംഗിൾ പീസ് ഇതിലും കിട്ടും കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ ധോത്തിയില് വെൽക്രോ ഇருக்கு. ഓക്കെ, കിഡ്സ് ഫ്രണ്ട്ലി എല്ലാത്തിലും വെൽക്രോ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവും, ഒരു കൂലിയ. ഓക്കെ, അപ്പൊ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ ഷർട്ടിലാണെങ്കിൽ ജുബയിലും അവൈലബിൾ ആണ്. ഇനി പെൺകുട്ടിയുടെ ഒരു കളക്ഷൻ കൂടി കാണിച്ചിട്ട് നമുക്ക് പോവാം. പെൺകുട്ടിയുടെ വരുമ്പോ ഇത് ചെറിയ സൈസാ, ഇത് 2 ഇയേഴ്സിന്റെ. കടാ, ഇതിൽ വലുതിലും ഉണ്ട് കേട്ടോ, ചെറുതിലും ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു മാത്രം. ഇതല്ലാണ്ട് ടിഷ്യൂലും വരുന്നുണ്ട്, ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട്, പഫ് സ്ലീവ് പല പല മോഡൽസ്, സ്ലീവ്ലെസ് എല്ലാം മിക്സ്, എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ പുറത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ കളർ സ്പെഷ്യൽ കസ്റ്റമൈസ് ഓർഡർ ഓസ്ട്രേലിയക്ക് പോരായി. ഈ കളർ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത, ഇത് കളർ വൈസും നല്ലതാണ്, കുറച്ച് സ്റ്റാൻഡേർഡും ആണ്. കണ്ടോ, ഇത് ഒരു കസ്റ്റമർ ரொம்ப കസ്റ്റമൈസ് பண்ணி ഈ ഡിസൈൻ വേണമെന്ന് കേട്ടാ. ഓക്കെ, അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവം. സിമ്പിൾ ആണ്, കാണുമ്പോൾ നല്ല ലുക്ക്, എലഗന്റ് സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഇനി നമുക്ക് ആണുങ്ങളിലേക്ക് പോവാം. യെസ് മാം. ഓക്കെ, 2 മീറ്റർ വൈറ്റ് മുണ്ടും ഉണ്ട്, കോടി കളറും ഉണ്ട്. വൈറ്റ് പറയുമ്പോ ബ്ലീച്ച് ആയിട്ടുള്ളത്. വൈറ്റ് ഉള്ളത്, വൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീച്ച്. ഇത് കാണുന്നത് മൊത്തം ബ്ലീച്ചില് പല കളേഴ്സും അതുപോലെ ഡിസൈൻസും ഫാൻസി എന്ന് പറയും. വൈറ്റ് ഫാൻസി. ഇതാവുമ്പോ കോടി കളർ, കോടി ഫാൻസി. ഇതൊക്കെ ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. നമ്മള് നോർമലി കാണുന്നതൊക്കെ തന്നെ, പക്ഷെ ഷർട്ടിന്റെ കൂടെ ഇട്ട് വരുമ്പോ അതിന്റെ ഒരു ഭംഗിയൊക്കെ ഒരു വേറെ തന്നെ, ഒരു വേറെ ലെവല്. എത്ര പീസ് വേണമെങ്കിലും ഉണ്ട്, ഇഷ്ടം പോലെ സ്റ്റോക്കും അവൈലബിൾ ആണ്. ഇതൊക്കെ ഫുൾ ഇത് വരുമ്പോ പ്ലെയിനിലാണ് അല്ലെ. ഇത് സെറീന്റെ ഗോൾഡില് വരുന്നത്, അതേപോലെ തന്നെ സിൽവറും അവൈലബിൾ ആണ്. പ്ലെയിനില് വരുന്ന സംഭവം അതെ, മുകളില് സിൽവർ, അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ. ഇത് ഫുൾ ധോത്തീസ് മാത്രമാണ് ഇരിക്കുന്നത്. അതെ, പിന്നെ ഇത് ഇവിടെ ഒക്കെ നിറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം സ്റ്റോക്കുകളാണ്. ഇതൊക്കെ ഇനി ഓരോരോ കടകളിൽ പോവാനുള്ള സ്റ്റോക്കുകളാണ്. ഇനിയിപ്പോ നമുക്ക് എന്താ കാണിക്കാനുള്ളത്? ഇപ്പുറത്തൊക്കെ ഇത് കെട്ടി വെച്ചേക്കുന്നുണ്ടോ, 30 എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഓർഡർക്ക് അയക്കാനുള്ളതാണ്, ഇത് കൊണ്ടുപോകാനുള്ളതാണ് അല്ലേ. ഇതാണ് ഇപ്പൊ അവിടെ താഴത്തെ ഓരോന്നോരോ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്ത് 360, 380, 4 മീറ്റർ വരെ ഇവിടെ ഉണ്ട് സ്റ്റോക്ക്, ഫുൾ കംപ്ലീറ്റ്. ഇതിന്റെ ഡിസൈൻസ് ഓടിച്ചത് കാരണം ഇതൊന്നും നിവർത്തി കണ്ണിൽ കാണാനൊന്നുമില്ല. ഇത് മുന്താണിയൊന്നും ഇല്ലല്ലോ. ഈ ഡിസൈൻസ് കരകളും മാത്രമാണല്ലോ ഇതില് മെയിൻ ആയിട്ട്, കരകളാണ്. സിൽവർ, ഗോൾഡ്, അങ്ങനെ ഇതിന്റെ കരകളൊക്കെ ഒന്നും ഇങ്ങനെ എടുത്തു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് കാര്യങ്ങൾ കാണാൻ പറ്റൂട്ടോ. ഇതൊക്കെ വരലും വെക്കലും പൂലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റാക്ക് നിറയും കലിയും കഴിഞ്ഞ ആഴ്ചയിൽ ഫുള്ളായിരുന്നു. ഇപ്പൊ ഓർഡർ, ഓണത്തിന് വേണ്ടി ഓർഡർ എടുത്തു വെച്ചു, കംപ്ലീറ്റ് കാലിയായി. ഇപ്പൊ അടുത്ത ആഴ്ച ഫുള്ളാവും. അതെ, ഓരോരോ ഇങ്ങനെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക, പ്രോസസ്സിംഗിലാണ്. കുറൊക്കെ പ്രൊഡക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലും നിറവ് കളക്ഷൻസ്. ഇപ്പുറത്തെ സൈഡ് നോക്കിയേ, കറുപ്പ് സ്പെഷ്യൽ കേരളത്തിലേക്ക്. അതെന്താ കേരളത്തിലേക്ക് മാത്രം? കേരളത്തിലാണ് കറുപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 100 മുണ്ട് ഓർഡർ തരുവാണെങ്കിൽ അതിൽ 10 എക്സ്ട്രാ വേണമെന്ന് പറയും.
കറുപ്പിന് മാത്രം. ആ കറുപ്പിന് തന്നെ കറുപ്പും ഗ്രേ കൂടിയായിട്ടുണ്ട് ഈ കാണുന്നത് കണ്ടോ. അതുപോലെ ഗ്രേ മാത്രമായിട്ട് അത് ഡിഫറെന്റ് കറുപ്പും ഗ്രേ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ഗ്രേയില് മിക്സ് ആയിട്ട് ഡിഫറെന്റ് ഡിസൈൻസും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്കില് സിൽവറില് ഇത് തന്നെ 2 ഡിസൈൻ. ഇതൊക്കെ നമ്മളവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളല്ലേ. പ്രസ് ചെയ്തെടുക്കുമ്പോ ലെവല് മാറും. സിൽവറും ഗോൾഡും സെപ്പറേറ്റ് ഗോൾഡ്. ഇത് റോസ് ഗോൾഡും സിൽവറും മിക്സും പിന്നെ ഇത് ഒക്കെ ഡിഫറെന്റ് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതെടുത്താലും അതിലും ഒരു പീസായിട്ട് കിട്ടുന്നു. ഈ കണ്ണ് നോക്കിയേ ഇവിടെ നിങ്ങടെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാട്ടോ നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇതില് കര മാത്രം ഇതിൽ കാണാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ഇത് 2 എത്ര മീറ്ററാ? 2 3.3 ഡബിൾ തോത്തി 4 മീറ്റർ അങ്ങനെ അളവുകൾ പക്ക. 360 360, 380 ആണെങ്കിൽ 380, 4 മീറ്റർ ആണെങ്കിൽ 4. ഇത് 3 ഇഞ്ച് കര. 3 ഇഞ്ച് കര ടിഷ്യൂല് കേട്ടോ. ഇത് ഇതിന്റെ ഇടയിൽ എവിടെയോ ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പെട്ട് കിടക്കണം. ഇവിടെ വരാറില്ല, വന്നിട്ടുണ്ട്, എവിടെയെന്ന് അറിയില്ല. ഇത് ഇങ്ങനെ ഫുൾ ഒന്ന് ഡിസൈൻസ് ഒന്ന് നോക്കാം. ഫാൻസികളാണ്. ഇനി നമുക്കും പറയാം ഫാൻസി. ഇത് ജെറിയല്ല, സീക്വൻസ് അല്ലല്ല. കാണുമ്പോ സീക്വൻസ് വർക്ക് ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലേ, പക്ഷെ ജെറിയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇപ്പുറത്തെ സൈഡും ഇതൊക്കെ തന്നെയല്ലേ. നോക്കിയേ ഇവിടുന്ന് ജസ്റ്റ് ഒരു നോട്ടം നോക്കിയാൽ മതി എന്തോരോ ഐറ്റംസ് ആയിരിക്കണേ. ഐറ്റംസ് മാത്രം നമുക്ക് ഒന്ന് കാണിച്ചാൽ മതി. ഐറ്റംസ് സിൽവർ, ഇത് സിൽവർ ജെറി, അതില് പോയി താഴെ പോയി. ഇവിടെ എല്ലാം സ്റ്റോക്ക് ഇല്ല. ഇതില് കൊറേ ഡിസൈൻസും കാര്യങ്ങളും കളേഴ്സ് അവൈലബിൾ ആണ്. ബൾക്ക് 2 സൈഡും കൂടി കവർ ചെയ്ത് എടുത്തു. അതെ, എന്നാലും നമുക്ക് ഡിസൈൻസ് ശരിക്കും അടുത്തേ കൂടെ ഇങ്ങനെ നോക്കണം, എന്നാലാണ് ആ ഒരു ഡിസൈൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ, കൊറേ ഉണ്ട് വെറൈറ്റീസ് ഒക്കെ. മുണ്ടുകളുടെ അപ്പൊ ഒരു ലോകാണ് ഇപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം. ഇത് മടക്കാനുള്ള മുണ്ട് ഇവിടെയുണ്ട്. തരിന്ന് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വച്ചേക്കണത്. ഇതിപ്പോ ഫിനിഷിംഗ് ആയി, അത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഒരു റാക്കിലേക്ക് സെറ്റ് ആവണം. ഇതാണ് റാ മെറ്റീരിയൽ എന്ന് പറയും. ഇതാണ്ടോ ആ ഒരു പീസ് എടുത്ത് കാണിച്ചു. ഇത് ഒരെണ്ണം തൊടുമ്പോഴേക്കും അങ്ങനെ ഇതല്ലേ അതവിടെ വെച്ചോ. അങ്ങനെ തന്നെ വീണില്ല. ഓക്കെ, താഴെ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് ഫുൾ ഇങ്ങനെ റോള് അല്ലേ, തരീന്ന് ഇറക്കി ഇനി ഇതിന് കട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു മീറ്റർ വൈസ് കറക്റ്റ് അളവിലാക്കണം. ഇതാണ് ബ്ലീച്ച് ചെയ്യുമ്പോൾ വെയിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം മുറിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആവും മുണ്ടിന്റെ അളവിലാക്കി 380 അളവ് മുറിച്ച് മടക്കി പ്രസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും. അത് കഴിഞ്ഞ് പ്രസ് ആക്കിയിട്ട് ലാസ്റ്റ് ഫിനിഷിങ്, അത് കഴിഞ്ഞ് പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. ഇതൊക്കെയാണ്. ഇനി ഇതിലേക്ക് പറ്റിയ ഷർട്ടുകളൊക്കെ നമ്മൾ അവിടെയല്ലേ കണ്ടത്, അന്ന് അങ്ങോട്ട് പോയാലോ. ഇത് നടന്നാലും തീരില്ല, അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കലും ഉണ്ട്. ഇത് ഫുൾ കവർ ചെയ്തിട്ട് പോവാന്ന്. ഓ, ഇതാണ് ഇഞ്ച് എന്ന് പറയുന്ന സംഭവം. എത്ര ഇഞ്ചാ നോക്കിയേ അല്ലേ. അത് സെറ്റ് മുണ്ടാണ്. അപ്പൊ ധോത്തീസ് അല്ലേ. ഓക്കെ, അവിടെ സ്റ്റോക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് വെച്ചേക്കണതാ. അപ്പൊ ഈ കാണുന്നത് മൊത്തം സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് കേട്ടോ. സിൽവറില് എന്തോരം വെറൈറ്റീസ്. ഒരു ഓണല്ലേ ഉള്ളൂ ഇത്രയും വെറൈറ്റീസ് അല്ലേ. പറയുമ്പോ ഒരു ഓണം വെറൈറ്റീസ് ഇഷ്ടം പോലെ. ഇത് സെറ്റ് മുണ്ട് അല്ല, ഇത് ധോത്തി സിംഗിൾ ധോത്തി 2 മീറ്ററില്. ഓക്കെ, 2 മീറ്ററിൽ കട്ടിക്കറ വൈറ്റ് ആൻഡ് ചെലവ്. അത് ചെലവ് ഞാൻ വിചാരിച്ചു മറ്റത് പറയുന്നു, അത് പറയായിരിക്കോ. ആക്ച്വലി ഇത് കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു മുണ്ടാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റില്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയിട്ട് ലൊക്കേഷൻ കാര്യങ്ങൾ അതുപോലെ ഷർട്ടിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം. മുണ്ടിലേക്ക് ഇടാനുള്ള ഷർട്ട്, പക്ഷെ ഷർട്ട് മാത്രമല്ല അതിന് കൂടെ മുണ്ടും. ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഷർട്ടും മുണ്ടും കൂടി. ഓക്കെ, ആ ഇത് കല്യാണത്തിന് ചെക്കന് ഇടാനും പറ്റും, കുറച്ച് പ്രീമിയം ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് 1000 ബിലോ. അത്ര നമുക്ക് ഹിന്റ് തരാൻ പറ്റുള്ളൂ. പക്ഷെ പുറത്ത് പോവാണെങ്കിൽ ഇത് 1200, 300, 500 ഇല്ലേ. എനിക്കറിയാം, ഞാൻ ഇപ്പൊ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. സെയിം ക്വാളിറ്റി, നോ കോംപ്രമൈസ് ഇൻ ദ ക്വാളിറ്റി, ബട്ട് വില 1000 താഴെ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഷർട്ടിലിരിക്കുന്നത്. പിങ്ക്, ഗ്രീൻ, ബ്ലൂ, സിൽവർ, കോപ്പർ, ഗോൾഡ്. ഓക്കെ, 6 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു ടിഷ്യൂലാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഷർട്ടും മുണ്ടും കൂടിയിട്ട്. ഇനി ജെൻസോടെ അജ്രക് ഷർട്ട്സ് ഇപ്പൊ ട്രെൻഡിങ്.
ഷർട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്ത് ഇതിന്റെ ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം പല പല ഡിസൈൻസിൽ തന്നെ അജ്രക്, കലംകാരി. ഇത് ഇത് കൂടാതെ ഗാർമെന്റ്സിലും ഉണ്ടെന്ന് റെഡി ആയിട്ടിരിക്കും സ്റ്റിച്ചിങ്ങിലുണ്ടെന്ന്. ഓക്കെ, ഗാർമെന്റ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം. അപ്പൊ ഇത് ഓൾറെഡി ഇപ്പൊ കുറച്ച് നിലവിൽ ഇവിടെ ഉണ്ട്, അല്ലാത്തതും കുറച്ച് നമുക്ക് പ്രൊഡക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ഇതിൽ പല പ്രിന്റ്സ് ആണ്. ഫുൾ ഷർട്ടാണ്. ഷർട്ടിൽ സൈസസ് വരുമ്പോൾ നമുക്ക് 36 46 സൈസ് വരെ അവൈലബിൾ. ഹാഫ് സ്ലീവ്. ഓക്കെ, സൈസസും അവൈലബിൾ ആണ്, സ്ലീവും അവൈലബിൾ ആണ്. സ്ലീവ്ലെസ് ചോക്കിയിരിക്കും. സ്ലീവ്ലെസ് ചോക്കിയിരിക്കും. അത് ആണുങ്ങൾക്കില്ല, ഒള്ളി പെണ്ണുങ്ങൾക്ക്. ഇതിലും ഫാമിലി കോംബോ பண்ணலாம். ഓക്കെ, സെയിം ഈ ഡിസൈനിലാണ് നമുക്ക് ബ്ലൗസ് ചെയ്ത് പിന്നെ സാരിക്ക് പാച്ച് വർക്ക് பண்ணிட்டு ബോയ്സ്ക്ക് കുർത്ത, ഗേൾസ്ക്ക് പട്ടുപാവാട സെറ്റ് ആയിട്ട് ടോപ്പ് ആയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ബ്ലാക്ക് കാണിച്ചില്ല എന്നൊരു പരാതി വേണ്ട. ബ്ലാക്കില് പ്രിന്റ് വരുന്നതുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. ഒക്കെ ഞാൻ കാണിക്കുന്നില്ല, ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ഹിന്റ് മാത്രം ഞാൻ തരുന്നുള്ളൂ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നേരിട്ട് വരുന്നവർക്ക് നമുക്ക് ഫുൾ ആയിട്ട് കാണാം. ജോസഫ്പേട്ടനെയും കാണാം. ജോസഫ്പേട്ട ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലേ? കേരളത്തിലുണ്ടാവില്ല. അപ്പൊ ജോസഫ്പേട്ടനെ കാണാൻ വീട്ടിൽ വരണം. എവിടെ വരുമ്പോ നിങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും എല്ലാവരും വിളിക്കാൻ പറ്റുമോ? ഇനി ഒരു ജോസഫ്പേട്ടനെ കാണെങ്കിൽ എന്റെ വീട്ടിൽ മതി. പിന്നെ ഈ ജോസഫ്പേട്ടനെ കാണെങ്കിൽ ഈ ജോസഫ്പേട്ടനെ വീട്ടിൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ ഓർഡർ എടുക്കാനായിട്ട് കേരളത്തിലേക്ക് പോകും. പിന്നെ ഓർഡർ ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് കളക്ഷന് പോകും. പിന്നെ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ അബദ്ധത്തിൽ ഇന്നത്തെ ദിവസം ഇവിടെ പെട്ടുപോയതാ സത്യം പറയുകയാണെങ്കിൽ. ഇത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് എന്റെ മനസ്സിലായി ഇല്ല. ഇവിടെ വന്നപ്പോ കണ്ടപ്പോ എനിക്ക് നെട്ടിലായി. അതാണ് ആ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിംഗ് വീഡിയോ ഇപ്പൊ വേറെ മാറിയില്ലേ? വേറെ മാറിയ ഞാൻ അതിന്റെ ദിവസം എടുത്തിട്ടുണ്ട്. പ്രോഗ്രാം ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇല്ലേ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതികളും സെറ്റ് ആവില്ലേ? ഓക്കെ, ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം. നമ്മുടെ അപ്പച്ചൻ, നിങ്ങൾ എന്താ പറയാ, അപ്പയുടെ അടുത്ത് പോവാ. ലൊക്കേഷൻ പറയാ, ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ. ഓക്കെ, ഇത്ര നേരം കിടന്ന് കറങ്ങി നടന്ന് ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓർഡർ അത് ഇതൊക്കെ പാക്കിംഗ് ഒക്കെ നോക്കി നടക്കുക. ഇനി നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇനി എപ്പോ വരണം, എങ്ങനെയാ സമയം കാര്യങ്ങള്? ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു. ലൊക്കേഷൻ കോയമ്പത്തൂർ, വടവള്ളി, സിരുവാണി റോഡ്. അത്രേ ഉള്ളൂ. MK ഫാബ്രിക്. അപ്പൊ ലൊക്കേഷൻ, ഡീറ്റെയിൽ, അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വരാം. അപ്പൊ സമയം നമുക്ക് വരേണ്ട സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? എപ്പോ വന്നാലും പ്രശ്നമില്ല. അതല്ലേ, എല്ലാം ഒന്നാണ്. ഇനി നിങ്ങളും ഒന്നാവാനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേർന്നാ മതി. ഞായറാഴ്ച ആയാലും നിങ്ങൾക്ക് വരാം അല്ലേ? ഞായറാഴ്ച ആയാലും. ഓക്കെ, അപ്പൊ നമുക്കൊരു ബൈ പറയാലോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസ ഇപ്പൊ തന്നെ നേരാം അല്ലെ? നിങ്ങൾക്ക് നേരിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് നേരിട്ട് പറയാം. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തന്നെ പറയാം. ഒരു ഓണാശംസ എന്റെ വക പറഞ്ഞു. പറഞ്ഞു എല്ലാവർക്കും ഓണം ആശംസകൾ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.